ഒരു രാജാവ് എഴുന്നള്ളതുപോലെ പരിവാരസമേതം കൊടയും വടിയും പൊങ്കാലക്കലങ്ങളും എന്തോ ആനക്കാര്യം പോലെ കൊടുത്തൊരു കേന്ദ്രമന്ത്രി ഇപ്പോഴാ സമരപ്പന്തലിൽ കാണുവാനില്ല. കൺകെട്ട് മതിയാക്കി ഒരു തീരുമാനമെടുത്ത പേപ്പറുമായി വന്നാൽ മതി എന്ന് ആശമാർ ആർജവത്തോടെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലാതെ സൂപ്പർ സ്റ്റാർ ഡയലോഗ് ഡെലിവറിയും അഭിനയവും മാറുന്നതല്ല. അങ്ങനെ കേന്ദ്രവും കേരളവും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ഒരു നെറികെട്ട രാഷ്ട്രീയ കളിയുടെ ദയതീണ്ടാത്ത അധികാരത്തിന് തിരുമുറ്റത്ത് അത്താഴപ്പട്ടിണിക്കാരായ കുറച്ച് പാവം സ്ത്രീകൾ കരിഞ്ഞു കരിവാളിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് നാളുകൾ 40 ये सरकार मजदूर विरोधी सरकार है. വേതൻ ബടാക്കർ 26,000 रुपये കിയാ ജാനാ ചാഹിയെ. ഈ സർക്കാർ ഒരു തൊഴിലാളി വിരുദ്ധ സർക്കാരാണ്. ആശാ വർക്കർമാരുടെ വേതനം 26,000 രൂപയാക്കണം എന്ന് മുഖാമുഖം ആവശ്യപ്പെട്ടത് പിണറായി പറയും മട്ടിൽ ഏതെങ്കിലും വികസന വിരുദ്ധ വിദ്രോഹ സഖ്യത്തിന്റെ നേതാക്കളല്ല, CITU സാരഥികളാണ് സത്വീർ സിംഗ് ജഗ്മതി സാംഗ്വാൻ. ആവശ്യം കേന്ദ്രത്തോടല്ല, സംസ്ഥാനത്തോടാണ്. ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, കർണാടകയിൽ CITU ഉന്നയിക്കുന്ന അതേ ആവശ്യം CPM ഭരിക്കുന്ന കേരളത്തിൽ ഉന്നയിച്ചാൽ പാർട്ടി ആസ്ഥാനം തട്ടിയടുക്കി സ്റ്റോക്കാണ്. വർഗീയം പുളിച്ചു നാറുന്ന ചാപ്പകൾ, തീവ്രവാദി, ജമാഅത്തെ ഇസ്ലാമി, SDPI, മഴവിൽ സഖ്യം. 7-8 വർഷം ആവർത്തിച്ച് വ്യാജം പറഞ്ഞ് മടുത്തില്ലേ സെക്രട്ടറി? വല്ല ബബ്ബർ കൽസെന്നോ മാവോയിസ്റ്റ് ഒന്നോ മാറ്റിപ്പിടി, അല്ലെങ്കിൽ കേന്ദ്ര സാർമാരുടെ ഭാഷ പറ. തുക്കട സംഘം, അർബൻ നക്സൽ. ഡൽഹി ഡ്രാമ പൊളിഞ്ഞ് കയ്യോടെ പിടിക്കപ്പെട്ട ജാള്യത്തിൽ മാധ്യമങ്ങളോട് രോഷത്തിൽ ചേർന്ന ആരോഗ്യമന്ത്രി സമരക്കാരുടെ തലയെണ്ണി അല്പത്തരം പറയുന്നത് പോട്ടെന്ന് വെക്കാം, രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ പാർട്ടിയുടെ PB സഖാക്കൾ ആവർത്തിക്കാമോ അരാഷ്ട്രീയ വർത്താനം? സമരക്കാരുടെ എണ്ണം നോക്കി ആവശ്യം ത്രാസിൽ തൂക്കി അളക്കലാണ് നവകേരളത്തിലെ പുതിയ CPMന്റെ രാഷ്ട്രീയ യുക്തിയെങ്കിൽ, പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആസേതു ഹിമാചലം 2% വോട്ടുറപ്പിക്കാൻ കഴിയാത്തൊരു പാർട്ടിക്ക് രാജ്യത്തെ ഏതെങ്കിലും വൃക്ഷത്തിൽ കമാന്ന് വാതുറക്കാൻ അവകാശമുണ്ടോ? ഇതിനോടകം ഐക്കോണിക് എന്ന് രേഖപ്പെടുത്തിയ സമരകാലമാണ്. കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്ത പട്ടിണിക്കാരായ സ്ത്രീകളോട് യുദ്ധം പ്രഖ്യാപിച്ച് എളമരത്തിന്റെ പാട്ടത്തിയറിയും ഗോപിനാഥന്റെ സെക്സിസ്റ്റ് വികൃതവാണിയും പോരാൻ ഇപ്പോൾ പാതിവന്ത ഡേറ്റ ഹൂളിഗൻ സംഘത്തിന് ചോർത്തിക്കൊടുത്ത് സൈബർ സഖാക്കൾ വട്ടം കൂടി കൊത്തിപ്പറിച്ച് അട്ടഹസിക്കലാണ്. കൂട്ടിലുണ്ട് സാംസ്കാരിക മാധ്യമ PR ഫ്രാക്ഷൻ. 40 അല്ല 400 ദിവസമായാലും നിരാഹാരത്തിൽ വെയിലത്ത് വെണ്ണീറായ പെണ്ണുങ്ങളങ്ങ് ചത്തു തൊലഞ്ഞാലും ഞങ്ങളുടെ അഹന്തയ്ക്ക് അധികാര ഗർവിന് അയവില്ല എന്നാണ് നിങ്ങളുടെ നയപ്രഖ്യാപനമെങ്കിൽ, അടിസ്ഥാന വർഗം എന്ന വാക്കുച്ചരിക്കാൻ, ഗീർവാണമടിക്കാൻ അധികാരവർഗ CPM നാണമുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? സർ, ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും ശാഠ്യവും പിടിച്ചതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. അതിൻ്റെ പുറമെ ഇപ്പോൾ INTUC പോലും ആ സമരത്തിൻ്റെ പിന്നിലില്ല. പക്ഷേ UDF അതിൻ്റെ പിന്നിലാണ്, BJP അതിൻ്റെ പിന്നിലാണ്, ശരിയായൊരു മഴവിൽ സഖ്യം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. ശ്രീമതി ശാലിനി എസ് ആശാ വർക്കറാണ്. ശ്രീ ജേക്സി തോമസ്, ശ്രീ M ലിജു, ശ്രീ VP ശിവനാഥ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീമതി ശാലിനിയിലേക്ക് പോകുന്നു. ശ്രീമതി ശാലിനി, ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പറയുന്ന SDPI, ജമാഅത്തെ ഇസ്ലാമി, RSS, മഴവിൽ സഖ്യം, RSS എന്ന ചാപ്പകളൊക്കെ കഴിഞ്ഞ ദിവസം അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മഴവിൽ സഖ്യം എന്നാണ് പുതിയ ആരോപണം. BMS സ്പോൺസേഡ് സമരം എന്നാണ് മറ്റൊരു ആരോപണം. അപ്പോൾ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ എന്ന് പറഞ്ഞാൽ 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കണമെന്ന് നിങ്ങളുടെ ആവശ്യത്തിൽ 7,000 രൂപയിൽ നിന്ന് ഒരു 10,000 രൂപ പോലും കൂട്ടിത്തരാൻ കഴിയില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഷോ ഓഫ് ആണ്. ശ്രീമതി ശാലിനി, എത്ര കാലം നിങ്ങൾക്ക് ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സർ, ഞാൻ അതിൻ്റെ മറുപടി പറയാം. ഒരു മഴവിൽ സഖ്യമെന്ന് പറഞ്ഞാലും മറ്റെന്ത് പേരിട്ടാലും, പാട്ടവർക്കികളെന്ന് പറഞ്ഞാലും, ഈർക്കിലികളെന്ന് വിളിച്ചാലും, സെക്സിസ്റ്റായിട്ട് വാക്കുകൾ ഉച്ചരിച്ചാലും ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല സർ. പട്ടിണി പാവങ്ങളായ കുറേ സ്ത്രീകളുടെ ആവശ്യമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് 40-ാം നാളായിരിക്കുന്നത്. രാപ്പകൽ സമരമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ അത് നിരാഹാര സമരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ 3 ആശാപ്രവർത്തകർ നിരാഹാര സമരം, 2 പേര് ആശാപ്രവർത്തകർ, ഒന്ന് ഞങ്ങളുടെ സമരസമിതിയുടെ നേതാവാണ്. 3 പേരും
ഇന്നലെ മുതൽ നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ആശാപ്രവർത്തക ശ്രീമതി ഷീജ വളരെ ദേഹാസ്വസ്ഥയുണ്ടായി. ആംബുലൻസ് വന്ന് പുള്ളിക്കാരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ബി പി ഒക്കെ ലോ ആണെന്ന് അറിഞ്ഞത്. അത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി തന്നെ ആ സമിതിയിലേക്ക് വന്ന് നിരാഹാരം തുടരും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾ ആ കട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ആ സമരം ഏറ്റെടുക്കാൻ, നിരാഹാര സമരത്തിലേക്ക് പ്രവേശിക്കാൻ അടുത്ത ആശാപ്രവർത്തക കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ്, പട്ടിണി സമരമാണ്. ഞങ്ങൾക്കിതിൽ തീവ്രവാദമോ മഴവിൽ സഖ്യമോ ഇവരിനി എന്തൊക്കെ പേരിട്ട് വിളിച്ച് അധിക്ഷേപിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇത് അതിജീവന സമരം തന്നെയാണ്. നിങ്ങൾ ഉന്നയിച്ച ഒരാവശ്യവും അംഗീകരിക്കപ്പെടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട ഗതികേടുണ്ടായാലും ആ സമരം വിജയമാണ്. കാര്യം എല്ലാ സമരങ്ങളും അതിന്റെ ആവശ്യ പൂർത്തീകരണം നേടി. ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെട്ട സമരങ്ങൾ മാത്രമല്ല, പരാജയപ്പെട്ട സമരങ്ങൾ വിജയിച്ച സമരങ്ങളാണ്. അങ്ങനെയാണല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ. പോട്ടെ, അത് വിട്ടേക്ക്. ഇപ്പം അങ്ങനെയല്ല തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ യുക്തി. ശാലിനി, എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം ഈ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഡൽഹിയിലേക്ക് പോകും, ഷോ ഓഫ് കാണിക്കും, ബാക്കിയൊക്കെ കാണിക്കും. പക്ഷേ നിങ്ങൾ ഉന്നയിക്കുന്ന 7000 രൂപ എന്ന സർക്കാർ സംസ്ഥാനം തീരുമാനിക്കേണ്ട ഓണറിയം നയാ പൈസ കൂട്ടിത്തരില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ശ്രീമതി ശാലിനി, നിങ്ങൾക്ക് എത്ര കാലം ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സാർ, എത്ര കാലം എന്നൊന്നും ഞങ്ങൾ ഉറപ്പായിട്ടൊന്നും പറയുന്നില്ല. ഡിമാൻഡുകൾ നേടിയെടുക്കുക. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂം വർക്കേഴ്സിനും 700 രൂപ മിനിമം വേജസ് അനുവദിക്കുമെന്ന്. അതും മറ്റു ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നാണ് അവരുടെ ആ 45 ഖണ്ഡിക ആ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരോട് സൂചിപ്പിച്ചത്. ഞങ്ങളിത് വെറുതെ കയറി വന്ന് സമരം ചെയ്തവരല്ല. ജനുവരി 25 ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ഞങ്ങളെ പരിഗണിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടെ രാപ്പകൽ സമരത്തിന് വരുമെന്ന് പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെയാണ് സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ രാപ്പകൽ സമരത്തിലേക്ക് വന്നു. ആ രാപ്പകൽ സമരം കഠിനമായ വെയിലത്തും പെരുമഴയത്തും നിർത്തി ഞങ്ങളെ അപമാനിക്കാവുന്ന വിധം എല്ലാം ഈ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് അവരെ അപമാനിച്ചു. അവരുടെ പോലീസിനെ കൊണ്ടുപോയി മഴയത്തിരുന്ന ഞങ്ങളെ ടാർപ്പ് വരെ വലിച്ചു നീക്കിച്ചുകൊണ്ട് അവർ ഞങ്ങളെ മഴ നനയിപ്പിച്ച്. രജസ്വലകളായ സ്ത്രീകളാണ് ആ മഴയത്തുണ്ടായിരുന്നത്. എന്ത് വൃത്തികേടാണ്! ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. സ്ത്രീപക്ഷം എപ്പോഴും സംസാരിക്കുകയും അത് നടപ്പാക്കാൻ കഴിയാതെ വരുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ച തന്നെയാണ്. പാവപ്പെട്ട വീട്ടമ്മമാരായ സ്ത്രീകൾ ഈ സെക്രട്ടറിയുടെ നടയിൽ വന്ന് പൊരുവയിലും പെരുമഴയും കൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഒരുപാടൊന്നും ചോദിച്ചില്ല. സാറിനറിയാമോ, വെറും 7000 രൂപ ഓണറേറിയം വാങ്ങുന്ന ആശാപ്രവർത്തകരുടെ ഇപ്പോൾ അസ്ഥിവാരം തോണ്ടി നടക്കലാണ് CPMൻ്റെ ആൾക്കാരുടെ പണി. അവർ ഓരോ സൈബർ ആക്രമണങ്ങളിൽ അവർ ഇത്ര വാങ്ങിച്ചില്ലേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പോലെ മെനഞ്ഞാന്ന് നടന്ന നിയമസഭാ ചർച്ചയിൽ ഞങ്ങളുടെ സമരസമിതിയിലുള്ള റോസം എന്ന ചേച്ചിയുടെ അവർക്ക് കിട്ടിയ അലവൻസുകളെ കുറിച്ച് പറഞ്ഞു. 11,000 റോസമ്മയ്ക്ക് കിട്ടിയില്ലേ. സാർ, ഈ 11,000 എന്ന് പറയുന്നത് ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് വരുന്ന തുകയല്ല. 7000 രൂപ സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയമാണ്. അതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട്. ആ 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരത്തിൻ്റെ ഫലമായിട്ട് ആ മാനദണ്ഡം പിൻവലിച്ചെങ്കിൽ ഞങ്ങളുടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് 3000-ലേക്ക് അത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എന്താ പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് NHM ഡയറക്ടറോട് സംസാരിക്കുകയും ചെയ്ത് അത് മാറ്റിത്തരണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവുകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ 1 രൂപ ഞങ്ങൾക്ക് തരണമെങ്കിലും അത് ഞങ്ങളുടെ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ആശാപ്രവർത്തകയും 13,000 എല്ലാ മാസവും സംസ്ഥാന ഗവൺമെൻറ് ആശയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന തുകയല്ല. ഈ നിസ്സാരമായ 7000 രൂപ പോലും വെറും 232 രൂപ അടിസ്ഥാനത്തിൽ 2-3 മാസം കഴിയുമ്പോഴാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നത്. പിന്നെ ആ ഓണറേറിയം വന്നു കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴത്തേക്കാണ് ഇൻസെന്റീവ് തരുന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റാണ് ഇത് കേന്ദ്ര സർക്കാർ. നിങ്ങൾ ചെറു സംഘങ്ങളാണ്. നിങ്ങൾ 26,000 ആശമാരിൽ ആകെ 600 പേരേ ഉള്ളൂ എന്നൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞാൽ നിങ്ങൾ 600 പേരുടെ സമരത്തിന് കുടിശ്ശിക വിട്ടുകൊടുക്കാനുള്ള ശക്തി ഉണ്ടല്ലോ. ഞാൻ എത്താം ശാലിനി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അത് കിട്ടി, വാങ്ങിച്ചെടുത്തു. അപ്പോഴാ കിട്ടിയത്, വാങ്ങിച്ചെടുത്തു. ഞങ്ങൾ അപ്പോഴാ 3 മാസം മുടങ്ങി കിടന്ന ഓണററി ഇൻസെന്റീവ് ഞങ്ങൾക്ക് അനുവദിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലുള്ള അതിന് ഞങ്ങൾക്ക് 9 ദിവസം പണിയെടുത്തിട്ട് ഞങ്ങൾ 10-ാം തീയതി സമരത്തിൽ പ്രവേശിക്കുന്നത്. ഞങ്ങൾക്കുള്ള ആ 9 ദിവസം പണിയെടുത്ത പൈസ ഞങ്ങൾക്ക് തന്നില്ല. പക്ഷേ മറ്റ് പണിയെടുക്കാതെ നിന്നവർക്ക് ഞങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ 18 വർഷ ആശാപ്രവർത്തനത്തിനിടയ്ക്ക് ഈ ഫെബ്രുവരിയിൽ തന്നെ, മാർച്ചിൽ തന്നെ ഫെബ്രുവരിയിൽ പണിയെടുത്തതിൻ്റെ പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷം സാറേ. എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ആശമാർക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്. അവർക്ക് കിട്ടിയില്ല, സന്തോഷം. എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ സമരത്തിൽ പങ്കെടുത്തതും അല്ലാതെ അനേക പേർക്ക് പൈസ കിട്ടിയിട്ടില്ല. ഓണറേറിയമോ ഇൻസെൻറ്റീവോ ഒന്നും അനുവദിച്ചിട്ടില്ല സംസ്ഥാന ഗവൺമെൻറ്. അപ്പോൾ അത് ഇരുന്നോട്ടെ. ഞങ്ങൾ പട്ടിണി പാവങ്ങളോടല്ലേ അവർക്ക് ഇതൊക്കെ തടഞ്ഞു വയ്ക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കോടികളൊന്നും ആവശ്യപ്പെട്ടൊന്നുമില്ല. ഓരോരുത്തരും ഇങ്ങനെ അവരെ
ബാക്ക്ഗ്രൗണ്ട് തേടി നടക്കലും സൈബർ ആക്രമണം ബുള്ളിങ്ങും ആരോടെ സാറേ ഇവരിതൊക്കെ കാണിക്കുന്നത്? ഇവർക്ക് വേണ്ടി രാവും പകലും കോവിഡ് സമയത്ത് കിടന്ന് അധ്വാനിച്ച ഈ ജീവൻ പണയം വെച്ച് പണിയെടുത്ത ഞങ്ങളോടാണ് ഈ പിടിവാശി? ഞങ്ങൾക്ക് രാഷ്ട്രീയമോ പിടിവാശിയോ ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വന്നവരോ അല്ല സാറേ. ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഞങ്ങളുടെ അതിജീവനത്തിന് ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 നേരം ആഹാരം കഴിക്കണം. 1 കിലോ അരി വാങ്ങണമെങ്കിൽ സംസ്ഥാനത്ത് 65 രൂപ കൊടുക്കണം. 1 കിലോ തേങ്ങ വാങ്ങണമെങ്കിൽ 85-86 രൂപയാണ് അതിൻ്റെ പോക്ക്. വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ എത്രയാണ് 240 അങ്ങനെയായി അതിൻ്റെ ഒരു ലെവൽ. എങ്ങനെ ഞങ്ങൾ ജീവിക്കുക സംസ്ഥാനത്ത്? ഞങ്ങൾ അപ്പോൾ അതൊന്നും മനസ്സിലാക്കണം. 7000 കൂട്ടിക്കൊടുത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂട്ടിക്കൊടുത്ത്? ഞാൻ ചോദിക്കട്ടെ, ആശമാർ പണിയെടുപ്പിക്കുമ്പോൾ അവർക്ക് തൊഴിലാളികൾ ഞങ്ങൾ വേതനം ചോദിക്കുമ്പോൾ അന്നേരം സന്നദ്ധ പ്രവർത്തനം. എന്നാൽ പിന്നെ രാഷ്ട്രീയ പ്രവൃത്തി ചെയ്യുന്ന നമ്മുടെ MLA-മാരാവട്ടെ മന്ത്രിമാരാവട്ടെ എല്ലാവരും ഏതെങ്കിലും ഒന്ന് നീതി അനീതിയാണെന്ന് ഞാൻ പറയില്ല, കേൾക്കുന്ന മനുഷ്യരാരും പറയില്ല, ചിലപ്പോൾ CAT പറയുമായിരിക്കും, ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ ജേക്സി തോമസ്, ഇവിടെ ആശമാർ കേന്ദ്രത്തിന് കീഴിലുള്ളവരാണ്. ആ പ്രസ്താവനയോട് നിരുപാധികം യോജിക്കുന്നു. ചെയ്യേണ്ടത് ആദ്യം കേന്ദ്രമാണ്. ആശമാരുടെ സമരത്തെ ഇക്കാലം അത്രയും കണ്ടഭാവം നടിക്കാതെ ചുമ്മാ വാചകമടിക്കുന്ന കേന്ദ്രം ആദ്യം ചെയ്യേണ്ടത് അവരെ തൊഴിലാളികളെ അംഗീകരിക്കലാണ്. ഈ പറഞ്ഞ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ 1000 ചില്ലുവാൻ രൂപ നക്കാപ്പറ്റിയാണ് അവർക്ക് ആശമാർക്ക് കൊടുക്കുന്നത്. ഇത് ഒരു തർക്കം, ഇക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ജേക്സി തോമസ്, ഇവിടെ ഇന്നത്തെ ആ സമരം 40ാം ദിവസമാണ്. ഇപ്പോൾ അവർ നിരാഹാര സമരത്തിലാണ്. തൊട്ടാൽ പൊള്ളുന്ന ചൂടാണ്. ജേക്സി തോമസ്, മൊത്തം സർക്കാർ കണക്ക് പ്രകാരം 26,125 ആശമാരാണ്. 7,000 എന്ന ഓണറേറിയം ഫണ്ട് എളമരങ്കരിയും ആവശ്യപ്പെട്ടതുപോലെ 10,000 ആക്കിയാൽ എത്രയാണ്? 26,125 ഇൻറ്റു 3000 എത്രയാണ്? 7,83,75,000 രൂപ. അത് ഗുണം 12 എത്രയാണ്? 94 കോടി ചില്ലുവാനമാണ്. 100 കോടിക്ക് താഴെയുള്ളൂ ഒരു വർഷത്തെ അധിക ബാധ്യത സംസ്ഥാന സർക്കാരിന്. പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ബജറ്റിൽ നീക്കി വെച്ച് എത്രയാണ്? 100 കോടി രൂപ. JK നെഞ്ചത്ത് കൈവച്ച് പറ. അതെങ്കിലും ഈ 10,000 അംഗീകരിച്ച് ഈ സമരം തീർക്കാതിരിക്കാനും മാത്രം ഗതികെട്ട കോലത്തിലാണോ കേരളത്തിന്റെ ഖജനാവ്? തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഈ സമരത്തോട് അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും, അങ്ങയുടെ സാന്നിധ്യത്തിൽ തന്നെ ആശാപ്രവർത്തകരുടെ സമര സംബന്ധമായിട്ട് ഇതിനു മുമ്പും നമ്മൾ സംവാദത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനിയായ പാലക്കാട് നിയമസഭാ അംഗം ഉൾപ്പെടെയുള്ള സംവാദത്തിൽ നമ്മൾ ഒരുമിച്ച് നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ സമരത്തോട് വളരെ മാന്യമായി, സമരത്തിൽ യാതൊരു തെറ്റും ആരോപിക്കാനില്ല, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആ സമയത്ത് സമരസംബന്ധമായിട്ട് പറഞ്ഞ അഭിപ്രായത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം സംവാദങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്നു മുതൽ ആശാപ്രവർത്തകരുടെ സമരസംബന്ധമായ സംവാദത്തിലിരിക്കുമ്പോൾ എനിക്ക് ആ കാര്യത്തിൽ ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായഗതിയിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇന്നു മുതൽ ഈ സമരരൂപം എങ്ങോട്ടേക്ക് എത്തി? ഞാൻ ഓർമ്മിക്കുന്നു, ഇന്നലെ ബഹുമാനിയായ ആരോഗ്യമന്ത്രി ന്യൂഡൽഹിയിൽ ചെല്ലുമ്പോൾ ആരോഗ്യമന്ത്രിയോട് ചോദിക്കുകയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ, സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പറയുന്നു അത്രേ, അവരുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ആ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവിലെ വർധനവല്ല, ഞങ്ങൾക്ക് വേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഓണറേറിയത്തിലെ വർധനവാണ്. അതായത് BJP-യെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഞങ്ങളില്ല, മറിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ മതി. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ട്. അങ്ങനെ ഒരു സമീപനം ഈ സമരത്തിനുണ്ടെങ്കിൽ ഈ സമരം കേരളത്തിലെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ആവശ്യത്തെ മുൻനിർത്തിയുള്ള സമരമല്ല. ഈ സമരം ഒരു BJP രക്ഷാ യോജനയാണ്. കേരളത്തെയും ആശാപ്രവർത്തകരെയും 100 കോടി രൂപ കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം കൊടുക്കാതെ നരകിപ്പിച്ച് കേരളത്തോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള RSS-നെ രക്ഷിക്കാനുള്ള ഒരു RSS രക്ഷാ യോജന സമരമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് മാറി? കാരണം എന്താ? നമ്മുടെ മുമ്പിലുണ്ടല്ലോ കേന്ദ്ര ആരോഗ്യ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി 2023-24 കാലയളവിൽ ബഹുമാനിയായ സഹപാനലിസ്റ്റ് സമരസമിതിയുടെ നേതാവ് ആശാപ്രവർത്തക, ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേക്കടക്കം കേരളത്തിലെ 26,000-ലധികം ആശമാർക്ക് യൂണിയൻ ഗവൺമെന്റ് നൽകാനുള്ളത് 100 കോടി രൂപയാണ്. 636.88 കോടി രൂപ ഒറ്റ വർഷം നൽകാതെ നമ്മുടെ കേരളത്തിന് അങ്ങടക്കമുള്ള ആശാപ്രവർത്തകർക്ക് നൽകാതെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പോഴോ ആ BJP-യുടെ നേതാവ് നിങ്ങളുടെ സമരപന്തലിൽ വരുന്നു, നിങ്ങൾക്ക് കിറ്റ് നൽകുന്നു, നിങ്ങൾ സെൽഫി എടുക്കുന്നു, നിങ്ങൾ ആർത്തുല്ലസിക്കുന്നു. BJP നേതാക്കന്മാർ വരുമ്പോൾ നിങ്ങൾ ആർത്തുല്ലസിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ എന്താണ് ചോദിക്കേണ്ടിയിരുന്നില്ലേ? 2023-24 കാലയളവിൽ ബഹുമാനിയായ ആശാപ്രവർത്തകരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തവണ 10,000-ൽ കുറയാത്ത തുക കിട്ടാതിരുന്നോ? ഏതെങ്കിലും ഒരു മാസം യൂണിയൻ ഗവൺമെന്റ് നൽകാതിരുന്നു? നമ്മുടെ കേരളം
ആശാപ്രവർത്തകർ അടക്കമുള്ള നമ്മുടെ നാടിനോട് RSS യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ആ യുദ്ധത്തോട് പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആശാപ്രവർത്തകർക്ക് അടക്കമുള്ള ശമ്പളം മുടങ്ങാതെ എടുത്ത് നൽകിയത്. പക്ഷെയോ ആ ആശാപ്രവർത്തകർക്ക് ശമ്പളം മുടക്കിയ RSS നേതാവിന് നിങ്ങളുടെ സമരപ്പന്തലിൽ ചുവപ്പ് പരവതാനി. ആങ്കർ കണ്ടില്ലേ BMSന്റെ ഇന്നലത്തെ പത്രക്കുറിപ്പ്? എന്താ BMS പറഞ്ഞിരിക്കുന്നത്? BMS പറയുന്നു, ഈ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്കിലേക്ക് പോകും. BMS demands that you may take the initiative to call a joint trade union meeting immediately to discuss and resolve the issue of the ASHA workers. It also be brought to your notice. If issue is not resolved amicably, the Kerala Pradesh ASHA workers led by BMS will be compelled to go on an indefinite strike. എന്താ ആശാ പ്രവർത്തകർക്ക് ഇതിനോടുള്ള പ്രതികരണം? അങ്ങേക്കും നമ്മുടെ നാടിന് നൽകാനുള്ള 100 കോടി നൽകാതെ കേരളത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങളെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല കേരളത്തിലെ ഗവൺമെന്റ്, നിങ്ങളോട് മറ്റു പണികൾക്ക് പോകാൻ പറഞ്ഞിട്ടില്ല കേരളത്തിലെ സർക്കാർ. നിങ്ങളെ മാറോട് അടക്കി പിടിച്ചു. നിങ്ങളുടെ സമരപ്പന്തലിൽ നിങ്ങൾ മാലയിട്ട് സ്വീകരിച്ച് നിങ്ങൾ കിറ്റ് വാങ്ങി സെൽഫി എടുത്ത് പിരിഞ്ഞ RSSകാരൻ നമുക്ക് നൽകാനുള്ള 100 കോടി ഉൾപ്പെടെ 636 കേരളം നിങ്ങളെ മാറോട് അടച്ച് നിങ്ങളെ കാത്തു സംരക്ഷിച്ചോ? പ്രത്യേകത എന്താണ്? സുരേഷ് ഗോപിയുടെ കാര്യമല്ലേ പറയുന്നത്? അതെ, അത് ഉൾപ്പെടെയുള്ള എത്ര RSS നേതാക്കൾ, ഞാൻ പറയുന്നത് BJP നേതാക്കൾ, RSS നേതാക്കന്മാർ ഇവരുടെ സമരപ്പന്തലിൽ വരുന്നു. ഞാൻ പറയുന്നത് BJPയുമായി ഒരു തരത്തിലും സമരയോജിപ്പിന് CPM ഇല്ല എന്ന് ജെയ്ക്കിന് നിലപാടുണ്ടോ? BJPയുമായി ഒരു തലത്തിലും സമരയോജിപ്പിന് CPM ഇല്ല എന്ന് ഒരു ഒറ്റ ദൃശ്യം കാണിച്ചോട്ടെ, ഒന്ന് പ്ലേ ചെയ്യാവോ? വിഴിഞ്ഞം സമരകാലത്ത് VV രാജേഷും മാനാവൂർ നാഗപ്പനും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. കണ്ടതല്ലേ വിഷല ജെക്സി തോമസ് വിഷല് കാണിക്കുക. താങ്കൾ ഇപ്പൊ പറഞ്ഞ എന്താ? താങ്കൾ ഇപ്പൊ പറഞ്ഞ സംശയം എന്താ ചോദിച്ചാൽ സംശയം വേണം ജെയ്ക്ക്. വിഴിഞ്ഞം സമരകാലത്തെ സമരം പൊളിക്കാൻ CPMന്റെ ജില്ലാ സെക്രട്ടറിയും BJPയുടെ ജില്ലാ സെക്രട്ടറിയും തോളോട് തോൾ ചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ സമരം ചെയ്ത സെക്രട്ടറിന് മുന്നിൽ ദൃശ്യങ്ങളാണ് കാണുന്നേ. അതുകൊണ്ട് BJPക്കാരൻ സമരപ്പന്തലിൽ വന്നതിനെ വല്ലാതെ അപരാധവാക്കല്ലേ ജയിക്കെ? ഞങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി 456 ദിവസത്തിലധികം തിരുവനന്തപുരത്ത് കുടിൽ കെട്ടി സമരം ചെയ്തവരാ. തോളോട് തോൾ ചേർന്ന് നിൽക്കുക നിങ്ങളുടെ നേതാക്കൾ. UDF ഗവൺമെന്റിന്റെ കാലയളവിൽ വിഴിഞ്ഞം തോളോട് തോൾ ചേർന്ന് നിൽക്കുക സയാമീസ് ഇരട്ടകളെ പോലെ നിങ്ങളുടെ നേതാക്കൾ. BJP നേതാവും മാനാവൂർ നാഗപ്പനും. ജയിക്കെ, ഒരു കേന്ദ്രമന്ത്രി സമരപ്പന്തൽ വന്നതിനെ വല്ലാതെ പഴിക്കല്ലേ? അങ്ങ് കേൾക്കുക. അങ്ങയുടെ രോഷപ്രകടനം കഴിഞ്ഞെങ്കിൽ എനിക്ക് മറുപടി പറയാലോ. അങ്ങ് അവസരം നൽകണം. അങ്ങയുടെ രോഷപ്രകടനം കഴിഞ്ഞെങ്കിൽ എനിക്ക് മറുപടി പറയാലോ. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിലെ ഇടതുപക്ഷ BJP നേതാവുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുക, അല്ലാതെ ഏതെങ്കിലും BMSന്റെ വാർത്താക്കുറിപ്പല്ല. അദൃശ്യമായ രീതിയിൽ ഏതോ RSSകാരൻ കയറിക്കുന്നു ഗോവിന്ദ മാഷ് പറയുന്നതല്ല. RSSകാരനുമായി ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുക ഒരു സമരമുഖത്ത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് നിങ്ങൾ സുരേഷ് ഗോപി വന്നതിനെ എന്താണ് അത് മഹാപരാധമാക്കുന്നു ജയിക്കെ? നാണമുണ്ടോ? കഴിഞ്ഞെങ്കിൽ എനിക്ക് പറയാനുണ്ട്. പറയൂ. അങ്ങ് 4 തവണ ആവർത്തിച്ചു BJP നേതാവുമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച്. എനിക്ക് പറയാനുണ്ട്. എനിക്ക് പറയാമോ? പറയൂ. കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയാം. ഒരു ചിത്രത്തെ എടുത്തു വെച്ചുകൊണ്ടാണ് അങ്ങ് ചമൽക്കാരം നടത്താൻ പുറപ്പെടുന്നതെങ്കിൽ ഒറ്റക്കുത്തിന് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയുമായിട്ട് അങ്ങ് എനിക്ക് എന്തൊക്കെ പൊളിഞ്ഞു കഴിയുമ്പോൾ സകല CPMകാരുടെ വാദത്തിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. പൊളിഞ്ഞു കഴിയുമ്പോൾ സകല CPMകാരും വന്നിരുന്ന് ആവർത്തിക്കുന്ന കാര്യം. ചിത്രത്തിന്റെ കാര്യം ഈ ദൃശ്യത്തിന് ജെയ്ക്കിന് മറുപടി ഉണ്ടോ? അല്ല, ഈ ദൃശ്യത്തിന് ജെയ്ക്കിന് മറുപടി ഉണ്ടോ? അണ്ണാ ഹസാരക്ക് ഇപ്പുറം പോയിരുന്ന അരുൺ ജെയ്റ്റിയും അപ്പുറം പോയിരുന്ന ബൃന്ദാക്കാര ചിത്രത്തിന് ജെയ്ക്കിന് മറുപടി ഉണ്ടോ? ആറന്മുള വിമാനത്താവള സമരത്തിന് MA ബേബിയും കുമ്മനം ഒന്നിച്ചു ജയിക്കുന്ന മറുപടി ഉണ്ടോ? ഒരു കേന്ദ്രമന്ത്രി വന്നത് മഹാപരാധോ? ഞാൻ പറയട്ടെ, EP ജയരാജന്റെ വീട്ടിൽ ഒരു RSSകാരൻ ചാടിച്ചു, മറുപടി ഉണ്ടോ? അവസാനിപ്പിക്ക്. ഞാൻ അങ്ങോട്ട് പറയാന്നേ, അങ്ങ് ആത്മരോഷ പ്രകടനം അവസാനിപ്പിക്ക്. അങ്ങേക്ക് ആങ്കർ എന്ന നിലയിൽ അങ്ങേക്ക് ചർച്ച നിയന്ത്രിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് കരുതി തോന്നിവാസം കാണിക്കരുത്. അങ്ങ് 4 തവണ ഒരേ കാര്യം ആവർത്തിച്ചല്ലോ. ഞാൻ അങ്ങോട്ട് പറയാം. എന്താണ് ഈ ചിത്രത്തിൽ തൃശ്ശൂർ MPയും കേന്ദ്രമന്ത്രിയും പാർലമെന്റ് നടക്കുമ്പോൾ അവിടെ പോകാതെ ഇവിടെ വന്ന് കിറ്റ് കൊടുത്തും പൊട്ടിച്ചിരിച്ചും ഈ സമരപ്പന്തലിൽ വന്നിരുന്നതിനോട് ഞങ്ങൾക്ക് രോഷപ്രകടനമുണ്ട്. എന്തുകൊണ്ട് രോഷപ്രകടനം? കാരണം ഈ സംഘം, ഈ ആശാപ്രവർത്തകർ അടങ്ങുന്ന 26,120 പറഞ്ഞ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് മാത്രം 100 കോടി രൂപ കൊടുക്കാതെ പറ്റിച്ച നരാധവന്മാരാണ്. അവന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളും.
അവന്മാരുടെ കൂടെ അപ്പൊ ഇപ്പൊ പൊള്ളില്ലേ? ഞങ്ങൾക്ക് ജെ കെ വി വി രാജേഷ് ഷാനാവൂർ നാഗപ്പൻ മുഖ്യമന്ത്രിക്ക് പൊള്ളില്ലേ? അത് സമരപ്പന്തലിൽ ഇരിക്കുന്നവർക്ക് ജെ കെ വി വി രാജേഷ് ഷാനാവൂർ നാഗപ്പൻ തോളിൽ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പൊള്ളില്ലേ? കേന്ദ്ര ഫണ്ട് തരാത്ത ബുദ്ധിമുട്ടിക്കുന്ന അവന്മാരോട് ഈ ആനാവൂർ നാഗപ്പൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ പൊള്ളില്ലേ ജെ കെ? നിങ്ങൾക്ക് അന്ന് പൊള്ളിയില്ലേ നിങ്ങൾക്ക്? അല്ല, അങ്ങേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് ചർച്ച നയിക്കാനാണെങ്കിൽ അങ്ങ് നയിച്ചു, എന്നെ അങ്ങ് ഒഴിവാക്കിയില്ല. അങ്ങയുടെ ചോദ്യത്തിന് എനിക്ക് മാന്യമായി മറുപടി പറയാൻ അവസരം നൽകണം. അതാണ് ഒരു മാന്യമായ സംവാദം, അതാണ് മാന്യമായ ആങ്കറിങ്. അതല്ല അങ്ങേക്ക് തോന്നുമ്പോൾ ഇടപെട്ട് തോന്നിവാസം പറയാനുള്ള ഏർപ്പാടാക്കിയിട്ടാണ് ഈ സംവാദത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമുള്ള അടിമ സംഘത്തെ കൊണ്ടിവിടെ ഇരുത്തിക്കോണം. അതിന് CPIM-ന്റെ പ്രതിനിധിയെ കിട്ടില്ല. ഞാൻ അങ്ങയോട് ഈ ഘട്ടത്തിൽ തന്നെ നിലപാട് പറഞ്ഞേക്കാം. അങ്ങ് ചോദ്യം ചോദിച്ചോ, അങ്ങ് ചിത്രം കാണിച്ചോ, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് നടത്തിയ എല്ലാ ആരോപണങ്ങളെയും അങ്ങയുടെ വാദമാക്കി എടുത്തു വെച്ച് അങ്ങ് അവതരിപ്പിച്ചോ, എനിക്ക് വിയോജിപ്പില്ല. പക്ഷെ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ അതിനിടയ്ക്ക് വീണ്ടും കയറി ഇടപെട്ടിട്ട് സംവാദത്തെ നാലാംകിട ഏർപ്പാടാക്കി മാറ്റുന്ന ആങ്കറിംഗ് അങ്ങ് നടത്തരുത്. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, BJP നേതാക്കന്മാർ സമരപ്പന്തലിൽ വന്നതിൽ എനിക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന് യുക്തിക്ക് മറവി സംഭവിച്ചിട്ടില്ലാത്ത കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യർക്ക് വിയോജിപ്പുണ്ട്. എന്താ വിയോജിപ്പ്? 2023-24 ഈ കേരളത്തിലെ 26,000 ആശമാർക്ക് അവർക്ക് കൊടുക്കേണ്ട 100 കോടി 636.88 കോടി ദേശീയ ആരോഗ്യ മിഷന് മാത്രം അത് കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ട് ഇവരുടെയൊക്കെ തറവാട്ട് സ്വത്തിന്റെ ഒരു അംശമല്ല കേരളം ചോദിക്കുന്നത്. ഞാനും അങ്ങയും ഇവരും ഒഴുക്കുന്ന വിയർപ്പിന്റെ ഓഹരിയാണ്. അത് പിടിച്ചു വെച്ച BJP-ക്കാർ കേരളത്തിലെ ആശാപ്രവർത്തകരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കിയവന്മാർ, അവന്മാർ വരുമ്പോ മാലയിടാനും കിറ്റ് സ്വീകരിക്കാനും അവന്മാരോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളുടെ ആനാവൂർ നാഗപ്പന് പൊള്ളിയില്ലേ ജെ കെ? പുല്ലുവരെയാണ് കാലിനടിയിൽ ചവിട്ടി കളയുന്ന പുല്ലിന്റെ എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും ഈ ദൃശ്യത്തിന് മറുപടിയാവില്ല. എന്തൊക്കെ വൈകാരിക വിക്ഷോഭം നടത്തിയാലും, എന്തൊക്കെ നാലാംകടയാണെന്ന് പറഞ്ഞാലും, ജെയ്സി തോമസെ, സുരേഷ് ഗോപി സമരപ്പന്തൽ വന്നതിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ വിഴിഞ്ഞം സമരകാലത്ത് സമരക്കാർക്കെതിരെ വി വി രാജേഷും ആനാവൂർ നാഗപ്പനും തോളോട് തോൾ ചേർന്ന് നിർത്തിയ സമരത്തിന്റെ ഈ പറഞ്ഞ കളങ്കം ഉണ്ടല്ലോ, ആ കളങ്കത്തിൽ നിങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങൾക്ക് മറുപടിയില്ല ജെ കെ. നിങ്ങൾ പറയുന്നത് 436 ദിവസം അങ്ങ് മനസ്സിലാക്ക. 436 ദിവസം മഴയും വെയിലും കാലാവസ്ഥയുടെ നാനാഭാഗങ്ങളെയും അഭിസംബോധന ചെയ്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്ന മുദ്രാവാക്യം മുടക്കി സമരം ചെയ്തവരാണ്. അങ്ങേക്കറിയില്ലേ? അങ്ങേക്കറിയില്ലെങ്കിൽ 24-ൽ പല ഫയലുകൾ ആർക്കൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യമായിരുന്നു വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത്. അങ്ങ് പരിശോധിക്കുക. ശ്യാം ലിജു ഇപ്പൊ പറയും BMS ആണെന്ന് പറയും, RSS ആണെന്ന് പറയും, അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആണെന്ന് പറയും, SDP ആണെന്ന് പറയും, എന്തോ മഴവിൽ സഖ്യമാണെന്ന് പറയും. 8 വർഷമായി പറഞ്ഞു മടുക്കുന്നു. ഇനി മടുത്തു കഴിയുമ്പോൾ ബബ്ബർ കൽസയോ ഹർക്കത്തുൽ മുജാഹിദീനോ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റോ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് അറിയില്ല. ഇപ്പോൾ ഒന്ന് BMS-ന്റെ ഏതോ വാർത്താക്കുറിപ്പ് എടുത്തു പറയുന്നു. ലിജു ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യം എന്താ? ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യം സർവ്വതിനും വിലക്കയറ്റമുള്ളൊരു നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ 232 ഒരു ദിവസം മതിയാവില്ല, ഞങ്ങൾക്ക് മിനിമം 500 രൂപയെങ്കിലും വേണം. അതിനെ ചെറുക്കാൻ വീറോടെ വാദിക്കുന്നത് നോക്കൂ. ജയിക്ക് പോട്ടെ, CPM ഉത്തരവാദിത്തമാണ്. അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുതൽ MV ഗോവിന്ദൻ മുതൽ പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി മുതൽ MP രാജേഷ് മുതൽ സകലരും വീറോടെ വാദിക്കുന്നത് എന്താണ്? 232 രൂപയിൽ തരിമ്പ് പൈസ കൂട്ടിക്കൊടുക്കലെന്ന് വാദിക്കാൻ വേണ്ടിയാ. ശ്യാം ലിജു, INDUC എവിടെയാണ്? INDUC എവിടെയാണ് ശ്യാം ലിജു? ഹാഷ്മി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായി ഈ സമരത്തിനൊപ്പമുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായി ആശാ വർക്കേഴ്സിൻ്റെ സമരത്തെ പിന്തുണച്ച് പ്രക്ഷോഭങ്ങൾ നടത്തിയ പാർട്ടി കോൺഗ്രസ്സാണ്. ആദ്യഘട്ടത്തിൽ ആദ്യ ദിവസം തന്നെ ഇവരുടെ സമരങ്ങൾ മുന്നോട്ട് പോയപ്പോൾ സംസ്ഥാന വ്യാപകമായി പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് കോൺഗ്രസ് കമ്മിറ്റികളാണ്. രണ്ടാം ദിവസം ആശാ വർക്കർമാരെ മാറ്റി പകരം സംവിധാനം ഏർപ്പെടുത്താൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ KPCC ആഹ്വാനം അനുസരിച്ച് എല്ലാ പഞ്ചായത്തുകൾക്ക് മുമ്പിൽ ആ ഓർഡർ കത്തിച്ച് സമരം ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ കേരളത്തിലെ 14 ജില്ലകളിലും ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് മാർച്ച് നടത്തുകയും KPCC അധ്യക്ഷനും ശ്രീ VM സുധീരനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സമരം ഉദ്ഘാടനം ചെയ്ത് ആശാ വർക്കർമാരുടെ സമരത്തിന് അതിശക്തമായ പിന്തുണ നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഈ വരുന്ന 26-ാം തീയതി സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ അംഗൻവാടി ജീവനക്കാരുടെയും ആശാ വർക്കർമാരുടെയും ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസുകൾ ഉപരോധിക്കാൻ പോകുന്ന പാർട്ടിയുടെ പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. INDUC കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ആശാ വർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ 5 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ INDUC-യുടെ സമരം നടന്നത്. അപ്പോൾ അതുകൊണ്ട്
കോൺഗ്രസിൻ്റെ ഈ ഒരു വിഷയത്തിലെ പ്രതിബദ്ധത അത് 100% തെളിയിക്കപ്പെട്ടതാണ്. ഞങ്ങൾ ആ സമരത്തിനൊപ്പമുണ്ട്. ഇവരുടെ ഈ ഒരു സമരത്തെ ആക്ഷേപിച്ചും അടിച്ചമർത്താം ചെയ്യാം എന്നുള്ള CPM-ൻ്റെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല. INTUC-യും തൊഴിലാളി സംഘടന എന്ന നിലയിൽ കൃത്യമായ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് അംഗൻവാടി ജീവനക്കാരുടെ സമരം നടക്കുന്ന INTUC-യുടെ നേതൃത്വത്തിലാണ്. INTUC-ൽ അഫിലിയേറ്റ് ചെയ്ത അംഗൻവാടി വർക്കേഴ്സ് കോൺഗ്രസ് ആണ് തൊട്ടപ്പുറത്ത് അംഗൻവാടി ജീവനക്കാരുടെ എന്തുകൊണ്ടാണ് അവർ ആ സമരപന്തലിലേക്ക് നിൽക്കാത്തത്? വീണ ജോർജ് അടക്കം ആവർത്തിച്ച് പറയുന്നത് 26,000 പേരുള്ള ആശാവർക്കർമാരിൽ ആകെ 600 പേരേ ഉള്ളൂ എന്നാണല്ലോ അധിക്ഷേപം. ചോദിക്കുന്ന വിഷയങ്ങൾ 26,000 ഉള്ള ആശാവർക്കർമാർ 600 പേരേ ഉള്ളൂ എന്നാണല്ലോ അധിക്ഷേപം. അതിൽ പരം ഇടതുവിരുദ്ധ നിലപാട് വേറെയില്ല. പോട്ടെ, INTUC അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആശാവർക്കർമാർ അവരോട് വന്നിരുന്നാൽ എന്താ കുഴപ്പം? 7,000 രൂപയിൽ നിന്നും 10,000 രൂപ ഉയർത്തണം എന്നുണ്ടെങ്കിൽ ഒരു വർഷമാകെ ചിലവാകുന്നു 94 കോടി രൂപയാണ്. സംസ്ഥാന ബജറ്റിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി, മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി 100 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ഈ 100 കോടി രൂപ ഒഴിവാക്കിയാൽ തന്നെ 3,000 രൂപയുടെ വർധനവ് കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ എടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ഓണററി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിനല്ലേ മറുപടി പറയേണ്ടത്. അതോടൊപ്പം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്തപ്പെട്ടത്. ഇപ്പോൾ BJP സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇവിടെ സുരേഷ് ഗോപി വന്ന് നാടകം കാണിച്ച് പോകുന്നു എന്നല്ലാതെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനവും കേന്ദ്ര സർക്കാർ എടുക്കുന്നില്ല. ഇന്ന് പാർലമെൻറ്റിൽ ശ്രീ KC വേണുഗോപാൽ ഉന്നയിച്ച ചോദ്യം അതായിരുന്നു. അതോടൊപ്പം തന്നെ UDF-ൻ്റെ മുഴുവൻ MPമാരും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടതും ഈ ഒരു വർധനമാണ്. ഇൻസെൻറ്റീവും വർദ്ധിപ്പിച്ചേ മതിയാകും. 7,000 രൂപയുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം നിലവിൽ 3,000 ആയിരിക്കുന്ന അല്ലെങ്കിൽ അത് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6,000 വരെ ഉയരാവുന്ന ഇൻസെൻറ്റീവും വർദ്ധിപ്പിച്ചേ മതിയാവും. അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപോലെ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. പിണറായി വിജയനും CPM-ഉം പുലർത്തുന്ന ക്രൂരമായ സമീപനവും BJP വെച്ച് പുറത്ത് വഞ്ചനാപരമായ നിലപാടും തിരുത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഹർഷൻ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഹാഷ്മി CA2-ൻ്റെ ഒരു സംസ്ഥാന നേതാവിൻ്റെ പ്രസ്താവന, ഒരു PB ഹർഷകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചു. അവരിവിടെ ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ നേതാവിനെ, ഒരു യൂണിയൻ നേതാവിനെ വിശേഷിപ്പിക്കുന്നത് രോഗം പടർത്തുന്ന കീടാണു എന്നാണ്. എത്ര ക്രൂരമായ ഒരു പരാമർശമാണ്, ചിന്തിക്കണം. എന്തിനാണ് സമരം ചെയ്യുന്നത് എന്നാണ് ഇളമരം കരീമിനെ പോലുള്ള CPM നേതാക്കന്മാർ ചോദിക്കുന്നത്. ക്രൂരമായ ഭാഷ. ഇവർക്ക് തൊഴിലാളി വർഗ പാർട്ടി പറഞ്ഞോ. അതിനേക്കാൾ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നേതാവ് എന്താണ് ഈ സുരേഷ് ഗോപി വന്ന് കൊടക്കപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടോ എന്ന് വൃത്തിയോട് പറഞ്ഞില്ലേ? ഇവർ വനിതാ കമ്മീഷൻ പരാതിയുമായി പോയി. അനങ്ങിയിട്ടുണ്ടോ വനിതാ കമ്മീഷൻ? ശ്രീ VP ശിവനാഭൻ, ഇവിടെ എന്താണ് ആശമാർ രാജ്യമൊട്ടായുള്ള ആശമാരുടെ അവസ്ഥ പരമദയനീയമാണെന്നും അവർ മഹാകഷ്ടത്തിലാണെന്നും അറിയാൻ രാജ്യത്തിൻ്റെ ഇങ്ങേയറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ഈ പാവങ്ങളുടെ സമരമൊന്നും വേണ്ട കേന്ദ്രത്തിന് അറിയാൻ. അതിനു മുമ്പ് കേന്ദ്രത്തിൽ സമരം ഉണ്ടായിട്ടുണ്ട്. ഓരോരോ സംസ്ഥാനങ്ങളിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് സമരം ഉണ്ടായിട്ടുണ്ട്. BJP-ക്ക് വേണമെങ്കിൽ, കേന്ദ്രത്തിന് വേണമെങ്കിൽ നേരത്തെ മനസ്സിലാക്കാനുള്ള ഒരുപിടി സമരങ്ങൾ പോയ വർഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്നൊന്നും കേന്ദ്രം കണ്ടില്ല. പോട്ടെ, അവസാന വേളയിൽ കണ്ടിട്ട് ഇൻസെൻറ്റീവ് എന്ന പ്രഖ്യാപനം നടത്തിയാൽ ഏതെങ്കിലും പേപ്പർ വർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്ന് അറിയില്ല. ശ്രീ VP ശ്രീപത്മനാഭൻ, BMS എന്തോ അനിശ്ചിതകാല പണിമുടക്കാൻ ആഹ്വാനം കൊടുത്തു എന്നാണ് പറയുന്നത്. അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇവിടെ വന്ന് സമരനാടകം കാണിച്ചിട്ട് കാര്യമുണ്ടോ ശ്രീ VP ശ്രീപത്മനാഭൻ? അല്ല, ഈ ഇന്ത്യയിലെ NHM-ൻ്റെ ഫണ്ട് നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒറ്റയ്ക്കല്ല. എല്ലാ വർഷവും ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ നടത്തും. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, കഴിയുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് വരിക. അവരും അപ്പോൾ പണ്ടത്തെ പോലെ ഡൽഹിയിൽ വരേണ്ട ഓൺലൈൻ ചർച്ചയാണ്. അവരും കേന്ദ്ര ആരോഗ്യവകുപ്പും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ചർച്ച നടത്തി ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം, അതായത് ആശാവർക്കർമാരുടെ എണ്ണം, മറ്റു ജീവനക്കാരുടെ എണ്ണം, അവിടെ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമായ ചെലവുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഓരോ വർഷവും ഒരു തുക, ഇത്ര കോടി രൂപ ഇന്ത്യയിൽ NHM-ന് ആവശ്യമായി വരുമെന്ന് നിശ്ചയിക്കുക. അങ്ങനെ നിശ്ചയിച്ചതിന് ശേഷം അതിൻ്റെ 60% കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തും. ഈ 2024-25 സാമ്പത്തിക വർഷം വകയിരുത്തിയിരുന്നത് 36,000 കോടി രൂപയാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി അവതരിപ്പിച്ച 25-26 സാമ്പത്തിക വർഷം വകയിരുത്തിയിരിക്കുന്നത് 37,226.94 കോടി രൂപയാണ്. ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തിയതിന് ശേഷം തീരുമാനിക്കുന്ന തുകയാണ്.
ഇനി ഇതാണ് കേന്ദ്രം വിവിധ സംസ്ഥാനങ്ങൾക്ക് അവരുടെ വലിപ്പമനുസരിച്ചിട്ടും അവിടെ ആവശ്യമായതുമനുസരിച്ചിട്ടും അതിൻ്റെ 60% കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് വിവിധ സംസ്ഥാനങ്ങളാണ് ഇത് ഉന്നയിക്കേണ്ടത്, കേന്ദ്രവും ഈ കാര്യം പരിഗണിക്കണം. അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ പൈസ നിശ്ചയിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് ആവശ്യമാണ്. കാരണം കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സംസ്ഥാനങ്ങൾക്കും അധിക ബാധ്യത വരും. അപ്പോൾ ഇനി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഗൗരവമായി പരിഗണിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്തിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. അധികം വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇവിടുത്തെ സമരം എന്താണ്? ഇവിടുത്തെ സമരം വലിയ വാഗ്ദാനം കൊടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. 2024 കേന്ദ്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ NDA സർക്കാരിൻ്റെ അല്ലെങ്കിൽ NDA മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇത്ര വലിയ വാഗ്ദാനം കൊടുത്തിട്ടില്ല. എന്നാൽ 16-നും 21-നും ഇടതുപക്ഷ മുന്നണി കേരളത്തിന് വലിയ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ വാഗ്ദാനം കൊടുത്തിട്ട് ഇവരെന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ 21-ൽ പിണറായി വിജയനും LDF-നും വേണ്ടി പ്രവർത്തിച്ചവരാണ്, ഞങ്ങൾ BJPക്കെതിരെ വോട്ട് ചോദിച്ചവരാണ്, ഞങ്ങൾ RSSനെതിരെ വോട്ട് ചോദിച്ചവരാണ്, RSSനെയും BJPയെയും CIA നിയമം കൊണ്ടുവന്നവരെയൊക്കെ പരാജയപ്പെടുത്താൻ വോട്ട് ചോദിച്ചവരാണ്, അങ്ങനത്തെ ഞങ്ങളെയാണ് വഞ്ചിക്കുന്നതെന്നാണ് ഇവരെ പരാതി. അപ്പോൾ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് അത് പാലിക്കാത്തതാണ് കേരളത്തിലെ ഈ സമരത്തിന്റെ പ്രശ്നം. ശരി, അത് പ്രശ്നമാണ്. പക്ഷേ നമ്മൾ 7,000 രൂപ കൊടുത്തിട്ട് 10,000 ആക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. VP ശ്രീധരനാഥൻ ഗുജറാത്തിൽ എത്രയാണെന്നേ, മഹാരാഷ്ട്രയിൽ എത്രയാ, ഹരിയാനയിൽ എത്രയാ, UP എത്രയാ? അവിടങ്ങളിലൊക്കെ സമരം ഇല്ലാതാണോ ഇരിക്കുന്നത്? അവിടങ്ങളിലൊക്കെ സമാന ആവശ്യം ഉന്നയിച്ച് സമരമുണ്ട്. ആ സമരമുഖത്ത് CITയും ഈ പറയുന്ന SUC ട്രേഡ് യൂണിയനും തോളോട് തോൾ ചേർന്ന് സമരത്തിലാണ്. ആ സമരം ന്യായമാണ് എന്ന് BJPക്ക് നിലപാടുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഇത് പരിഗണിക്കും. ഇവരുടെ ആവശ്യം ന്യായമാണ്, ഒരു തർക്കവും ഇല്ല. ഞങ്ങൾ ഇവരെ പാട്ടകയിലേക്ക് സമരന്നോ ഇതിനെ അധിക്ഷേപിക്കാനോ പുച്ഛിക്കാനോ പരിഹസിക്കാനോ പോയിട്ടുണ്ടോ? ആദ്യത്തെ മറുപടി തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞില്ലേ പരിഗണിക്കാമെന്ന്. ഇത് ന്യായമായ ആവശ്യമാണെന്ന്. ഇതാണ് കേന്ദ്ര സർക്കാരിന് വരെ അങ്ങനെ അഭിപ്രായം ഉള്ളത് കൊണ്ടല്ലേ ഗൗരവമായി പരിഗണിക്കാമെന്ന് പറഞ്ഞത്. ഏകപക്ഷീയമായ തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കേന്ദ്രത്തിന് തീരുമാനിക്കാം. അതെ, അതിനൊരു പ്രോസസ് ഉണ്ട്. കേന്ദ്രത്തിന് തീരുമാനിക്കാം. നിങ്ങൾ ആവേശം കൊള്ളല്ല. NHMന്റെ കീഴിലാണോ ആശാവർക്കർമാർ? കേന്ദ്ര പദ്ധതിയുടെ കീഴിലാണോ ആശാവർക്കർമാർ? ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് ആരുമായും ചർച്ച നടത്തണ്ട, കേന്ദ്രത്തിന് തീരുമാനിക്കാം. അല്ല, അങ്ങനെയല്ല. കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ 100 ഉറുപ്പ്യ വർദ്ധിപ്പിക്കുമ്പോൾ 60 ഉറുപ്പ്യ കേന്ദ്രം കൊടുക്കുള്ളൂ, 40 ഉറുപ്പ്യ സംസ്ഥാനങ്ങൾ കൊടുക്കണം. അവർക്ക് അധിക സാമ്പത്തിക ബാധ്യത വരും. 100 ഉറുപ്പ്യ കൂട്ടാൻ തീരുമാനിച്ചാൽ 60:40 ആണ്. അവർക്ക് അതിൻ്റെ ബാധ്യത വരും. അപ്പം സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യണം. ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റില്ല. 4 വോട്ടിന് വേണ്ടി, കയ്യടിക്ക് വേണ്ടി സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ അവരുടെ അഭിപ്രായം കേൾക്കാതെ ഇത് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് അധികം വൈകാതെ തീരുമാനമുണ്ടാവുമെന്ന് തന്നെയാണ്. അത് ന്യായമായ ആവശ്യമാണെന്നും ആവശ്യം അംഗീകരിക്കേണ്ടതുമാണെന്നും പറഞ്ഞല്ലോ. നല്ല കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാൻ വേണം. ഈ പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസം മറിഞ്ഞ് ആ പാവങ്ങൾക്ക് കൊടുക്കണം. ഇവിടുത്തെ മാത്രം ആശമാർ കാര്യമല്ല കേട്ടോ, രാജ്യമൊട്ടായുള്ള ആശമാരുടെ കാര്യം. ഞാനൊരു 1-2 ചിത്രങ്ങൾ ഇന്ത്യ മുഴുവൻ അത് തന്നെ ഞാൻ 1-2 ചിത്രങ്ങൾ കാണിക്കാം. ഈ കഴിഞ്ഞ ജൂണിൽ കൊൽക്കത്ത എസ്പ്ലനേഡ് ഏരിയയിൽ ഒരു സമരം നടന്നു. ആ സമരത്തിൽ ബിമൻ ബോസ് അടക്കം നടന്ന സമരമാണ്. SUCയെയും CPIM-ഉം CPI-ML-ഉം അവിടുത്തെ ഇടതു പ്രസ്ഥാനങ്ങളൊക്കെ ഒരുമിച്ച് നടത്തിയ സമരമാണ്. ഇസ്രായേൽ വിരുദ്ധ സമരമായിരുന്നു അത്. ആശമാർക്ക്, അംഗൻവാടി ജീവനക്കാർക്ക് വേതനവർദ്ധം, ഈ പറഞ്ഞ 26,000, 21,000, 27,000 വേതനവർദ്ധം ആവശ്യപ്പെട്ട് രാജ്യം മൊത്തം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന സമരങ്ങളിലൊക്കെ SUCI, CPM ട്രേഡ് യൂണിയനുകൾ പങ്കാളികളാണ്. വേതനവർദ്ധനം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിൽ പോയി നടത്താൻ പോകുന്ന സമരത്തിൽ അല്ലെങ്കിൽ ഈ വരുന്ന 20 ഈ പറയുന്ന ഒരു ഏകദിന ഡേറ്റ് ഓർക്കുന്നില്ല, ഏകദിന സമരത്തിൽ ഇവരെല്ലാവരും പങ്കാളാണ്. അതുകൊണ്ട് കേന്ദ്രത്തോട് SUCI പണം കൂട്ടി ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് സമരം പൊളിക്കാൻ പറയുന്ന വ്യാജമാണ്. ഞാൻ എത്താം. ശ്രീമതി ശാലിനി ജെക്സി തോമസ് പറഞ്ഞതിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ്, ഈ സമരം ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അവിടെ നിരാഹാരം നീട്ടിക്കൊണ്ടുപോകൽ സാധ്യമല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ സമരം അവസാനിപ്പിക്കൽ നിങ്ങളുടെ കൂടി ആവശ്യമല്ലേ ശ്രീമതി ശാലിനി?
തീർച്ചയായും സാർ, സമരം അവസാനിപ്പിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും ആശാ വർക്കേഴ്സിൻ്റെയും ഈ ജനാധിപത്യ സംസ്കാരത്തിനും ചേർന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ഇത്രയും 40 ദിവസമായില്ലേ ശ്രീ ജെയ്ക്സിനോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ചേർത്ത് പിടിച്ചു, എന്തു ചെയ്തു? എന്നിട്ടാണോ ഞങ്ങളെ ഈ പെരുമഴയത്ത് ഞങ്ങൾ ടാർപ്പ പിടിച്ചിരുന്നു, ആ ടാർപ്പ വന്ന് നിങ്ങളുടെ പോലീസ് അഴിപ്പിച്ചത്? അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസാണത് വേറെ CPM-ൻ്റെ പോലീസാണോ? ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് അങ്ങനെ ചെയ്തത്? നിങ്ങളിങ്ങനെ നിങ്ങൾക്ക് ശ്രീ സുരേഷ് ഗോപി സാർ വന്നപ്പം അവർ ഉല്ലസിച്ചൊന്നും ആഘോഷിച്ചു. അയാൾ ഒരു സിനിമാ നടൻ കൂടെയല്ലേ, അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടെയാണ്, അത് ആലോചിക്കണം. ശ്രീമതി രഞ്ജിനി വന്നപ്പോഴും അവർ ആവേശം കൊണ്ടിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കും, ഞങ്ങളുടെ സമരത്തിൽ അവിടെ നിമിഷ കവികളായിട്ടുള്ള ആശാപ്രവർത്തകരുണ്ട്. നിമിഷ നേരം കൊണ്ട് അവർ സമര ആവേശത്തെക്കുറിച്ച് പാട്ടുകൾ എഴുതും, കഥകൾ എഴുതും, അവരവിടെ അഭിനയിക്കും, ഡാൻസ് ചെയ്യും. ആ കലാകാരികളും കൂടെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് ആശാ ഫെസ്റ്റ് നടത്തിയിരുന്നു. നിങ്ങളുടെ ഗവൺമെൻറ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആശാ ഫെസ്റ്റ് നടത്തി, 2 വർഷം ആവാൻ പോകുന്നു. ആശാ ഫെസ്റ്റ് നടത്തി 2022 മാർച്ചിൽ, ഓർമ്മയുണ്ടോ? നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കലാകാരികളാണ്, കഥ എഴുതുന്നവരാണ്, ഞങ്ങൾ ഈ സമൂഹത്തിൽ എല്ലാം ചെയ്തു കൊടുക്കുന്നവരാണ്. അപ്പോൾ അത് ആക്ഷേപം ശരിയല്ല. എനിക്കിതാണ് നിങ്ങളോടൊക്കെ പറയുന്നത്, CPM-ൻ്റെ ആൾക്കാരായിട്ട് വന്നിരിക്കുന്ന സകലരും, ഇന്നലെ വന്ന അനിൽകുമാർ ആയാലും ഇതേപോലെ തന്നെ, എന്തിനാണ് നിങ്ങളിങ്ങനെ സ്ത്രീകളുടെ ആക്ഷേപമായിട്ട് സംസാരിക്കുന്നത്? അംഗീകരിച്ചൂടെ? നിങ്ങളുടെ സ്ത്രീപക്ഷം എല്ലാം ചെയ്യുന്ന വനിതാ മതിൽ കെട്ടുകയും സ്ത്രീ സൗഹൃദം ആചരിക്കുകയും ചെയ്യുന്ന ഗവൺമെൻറ്റല്ലേ? നിങ്ങളൊരു യുവാവല്ലേ? നിങ്ങൾ മുമ്പ് വന്നവരൊക്കെ ഒരു വയസ്സാം ടീമിൽ പെടുത്താം, പക്ഷേ നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ? അതോട്ടൊന്ന് ആലോചിക്കണ്ടേ അങ്ങനെ പറയണമെന്ന്? ഞാൻ പിന്നോടൊന്ന് പറയട്ടെ, ചേർത്ത് പിടിച്ച് നിങ്ങൾ അവർക്ക് പൊള്ളിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പൊള്ളലേറ്റ നിങ്ങളുടെ സർക്കാരാണ് ഞങ്ങളെ വെയിലത്തും പെരുമഴയത്തും നിർത്തി. ഇപ്പം അതും പൊരി വെയിലത്ത് അവിടെ കിടപ്പുണ്ട് 3 സഹോദരിമാർ നിരാഹാരമായിട്ട് ഒരു ആഹാരം കഴിക്കാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ. അപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആരെയും എതിർത്തുകൊണ്ടോ എന്തെങ്കിലും ആരെങ്കിലും അട്ടിമറിക്കാനോ ഞങ്ങൾ തീവ്രവാദി സംഘടനയൊന്നും അല്ല. പൊന്നു സഹോദര, ഒന്ന് മനസ്സിലാക്കുക. ജയിക്കിന് എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ 43 വയസ്സുള്ളൊരു സ്ത്രീയാണ്. ഒന്ന് മൂത്ത സഹോദരിയായിട്ടോ അല്ലെങ്കിൽ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയായിട്ട് എന്നെ കണ്ടാൽ മതി. എനിക്കും 17 വയസ്സുള്ള ഒരു മകനുണ്ട്. ഞാൻ ആ ഒരു പരിഗണനയിലെ ജയിക്കിനെ കാണുന്നുള്ളൂ. ഒന്ന് മനസ്സിലാക്കുക, ജയിക്കിൻ്റെ അമ്മയ്ക്കാണ് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ, പെങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ ജയിക്കുന്നത് അവരൊരു ആശാപ്രവർത്തകയാണെന്ന് വിചാരിച്ചോളൂ. ഒരു പക്ഷേ ഈ ആശാപ്രവർത്തക എന്ന പദ്ധതി വരുന്നുമ്പേ തന്നെ MSS എന്ന് പറഞ്ഞ് മഹിളാ സ്വസ്ഥ യോജനയുടെ ചേച്ചിമാരുണ്ടായിരുന്നു. ഒരു പക്ഷേ ജയിക്കിന് പോളിയോ തന്നത് അവരായിരിക്കും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ നമ്മളിതിനെ ഒരു വർഗീയവൽക്കരിക്കാനോ രാഷ്ട്രീയവൽക്കരിച്ചോ കാണണ്ട. കുറച്ച് പാവപ്പെട്ട അമ്മമാരായ സ്ത്രീകൾ നിത്യച്ചെലവിന് വേണ്ടിയിട്ട് സർക്കാർ, നമ്മുടെ ഇടതുപക്ഷ സർക്കാരിന്റെ മുമ്പിൽ അവർ വെച്ച വാഗ്ദാനം ഇന്നും ആവർത്തിക്കുന്നുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, എന്താണ് SDPക്കാരുണ്ട്, RSS, മഴവിൽ സഖ്യം, എന്താണ് BMS, ഏറ്റവും കൂടുതൽ ജയിക്ക് പറഞ്ഞ BMS. നിങ്ങളറിയാതെ ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, SDPI, എന്താണ് RSS, ഈ പറഞ്ഞ എല്ലാവരും കൂടെ നിങ്ങളുടെ സമരത്തിൽ നുഴഞ്ഞു കയറി നിങ്ങൾ അറിയാതെ ഇരിപ്പുണ്ടോ ശാലിനി? അത് ഏതെങ്കിലും IB റിപ്പോർട്ട് വഴി പാർട്ടി സെക്രട്ടറിക്ക് വിവരം കിട്ടുന്നുണ്ട് പറയുന്നതാണോ? എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ വന്ന് അവിടെ അന്വേഷിക്കുക. ഐഡന്റിറ്റി ഇല്ലാത്ത ഏതെങ്കിലും ആശാപ്രവർത്തകർ എവിടെയുണ്ടോ? ഞങ്ങളെ സഹായിക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല യൂണിയനുകളും ആൾക്കാർ വരുന്നുണ്ട്. അവരുടെയൊക്കെ ഐക്യദാർഢ്യം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ 3 ദിവസം മുമ്പ് നിയമസഭയിൽ നടത്തിയ ശ്രീമതി വീണ ജോർജ്, ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഞാനും പോയതായിരുന്നു. മാഡം അവിടെ വെച്ച് നമ്മൾ സംസാരിച്ചില്ലേ? അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക. ഞങ്ങളുടെ സെക്രട്ടറിയുടെ തുമ്പത്തായിരിക്കുന്നത്, മൂക്കിൻ തുമ്പത്ത്, മുഖ്യമന്ത്രിയുടെ മൂക്കിൻ തുമ്പത്തായിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് ഈ വളരെ ആഘോഷിച്ച് March 8 വനിതാ ദിനമൊക്കെ ആഘോഷിച്ചു. എന്ത് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ഞങ്ങൾ തിരിഞ്ഞു നോക്കിയായിരുന്നു? ആരും തിരിഞ്ഞു നോക്കില്ല. മുഖ്യമന്ത്രി ശ്രദ്ധിച്ചു. പിന്നെ എന്തിനാ ഈ സ്നേഹ പ്രകടനങ്ങളൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുന്നത്? പ്രവൃത്തിയിൽ കാണിക്കൂ. ഒരു ഇടതുപക്ഷ സർക്കാരിന് വേണ്ടിയിട്ട് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം നോക്കാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്, ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് കരുതിക്കൊണ്ടാണ് ഈ കോവിഡ് സമയത്തും നിപ്പയുടെ സമയത്തൊക്കെയും ഇപ്പോഴും ഇന്നും എന്നെ പാലിയേറ്റീവ്, ഞാൻ ജോലിയിൽ കയറിയിട്ടില്ലെങ്കിലും പാലിയേറ്റീവിന് വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. ഞാൻ അവർക്ക് എൻ്റെ പാലിയേറ്റീവ് സിസ്റ്ററിൻ്റെ നമ്പർ കൊടുത്തു. അവരെന്താ വിളിച്ചത്? ആശയെ വിളിച്ചത്. ആ 85 വയസ്സായുള്ള അമ്മയ്ക്ക് സുഖമില്ല, ചേച്ചി പാലിയേറ്റീവ് വേണം, വീൽ ചെയർ തരുമോ, നമ്മുടെ എയർബഡ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുക. ഞാൻ എൻ്റെ സമരത്തിലാണെങ്കിൽ ആ ജോലി ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ വാക്സിനേഷനെ കുറിച്ച് അമ്മമാർ വിളിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോയി എടുത്തോ, ഇന്ന തീയതി ഇന്ന സ്ഥലങ്ങളിലുണ്ട്, പോയി എടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഒരാൾ ഇന്ന് വിളിച്ചിരിക്കുകയാണ്, നമ്മുടെ മരുതൻകുഴി ചിറ്റാറ്റിൻകര ഭാഗത്ത് റോഡിൽ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നു ചേച്ചി, എന്താ ചെയ്യുക? അത് ഒരാൾ വിളിക്കും. കാരണം നമ്മൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവരെ വിളിക്കുന്നത്. ഈ സമൂഹത്തിൻ്റെ നാനാതുറയിലെ പ്രശ്നങ്ങളും അടിസ്ഥാന
അടിസ്ഥാന വർഗ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളാണ് സർക്കാരിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. എത്ര പേരുണ്ടെന്ന്, എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന്, എത്ര ഗർഭിണി ഉണ്ടെന്ന്, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത എത്ര പേരാണെന്നും, മാനസിക രോഗി എത്ര, ക്യാൻസർ പേഷ്യൻ്റ് എത്ര, അവയവമാറ്റം നടത്തിയവർ എത്ര, BP പേഷ്യൻ്റ് എത്ര, ഡയബറ്റിക് ആയിട്ടുള്ളവർ എത്ര, ഇനി ഒന്നുമില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ എത്ര, പുകവലിക്കുന്നവർ എത്ര, മദ്യപിക്കുന്നവർ എത്ര. ഈ ജീവിതശൈലി രോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ശൈലി ആപ്പിൽ തന്നതാണ് 64 ക്വസ്റ്റ്യനുണ്ട്. അതൊക്കെ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ ഏരിയയിൽ തന്നിരിക്കുന്ന എഴുതി കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം രാപ്പകൽ പണിയെടുക്കാനുള്ളതാണ്. അല്ല, നിങ്ങൾ എന്ത് പണിയെടുത്തിട്ടാണ് ശമ്പളം ചോദിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ മര്യാദഘട്ട ചോദ്യം ചോദിച്ചാൽ മര്യാദഘട്ട മറുപടി പറയണം. അത് പോട്ടെ, അത് വിട്ടേക്കൂ. ശാലിനി, ഒറ്റ ചോദ്യം കൂടെ, ചുരുങ്ങിയ വാക്കുകൾ മറുപടി. ഈ ഗോപിനാഥൻ എന്ന് പറയുന്ന CITUവിന്റെ തലമുതിർന്ന നേതാവ് നിങ്ങളെപ്പറ്റി വൃത്തികേട് പറഞ്ഞായിരുന്നല്ലോ. അതിനെതിരെ നിങ്ങൾ വനിതാ കമ്മീഷന് പരാതി കൊടുത്തായിരുന്നല്ലോ. എന്തെങ്കിലും നീക്കം ഉണ്ടായിട്ടുണ്ടോ ആ പരാതിയിൽ? വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മൂവ്മെന്റ്സിനെ കുറിച്ചൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ സമരത്തിന്റെ ഇതിലാണ്. ഞങ്ങളുടെ സമരം എന്നുള്ളൊരു വികാരമാണ് ഞങ്ങളുടെ ഉള്ളിൽ അല്ല, വനിതാ കമ്മീഷൻ നിങ്ങൾ പരാതി കൊടുത്തല്ലോ. വനിതാ കമ്മീഷൻ നിങ്ങളെ വിളിച്ച് അന്വേഷിച്ചോ? കൊടുത്തിരുന്നു. ഇല്ല, ആരും വന്നിട്ടില്ല. കേസ് എടുക്കാനും മതി. എന്തെവിടെ ഉണ്ടെങ്കിലും ഓടിയെത്തുന്ന വനിതാ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ചിന്തിച്ചില്ല. ഞാനത് പറയാം സാറേ, ഞാനത് സംസാരിച്ചോട്ടെ സാറേ. നമ്മുടെ ഒരു സിനിമാ നടിയുടെ ഒരു ബിസിനസ്സുകാരൻ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഓടി നടന്ന് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയല്ലോ, ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പബ്ലിക്കായിട്ട് ഞങ്ങളുടെ പോലുള്ള CITU നേതാവ് ഞങ്ങളുടെ ആശാപ്രവർത്തകർ ഇരിക്കുന്ന വേദിയിൽ വെച്ച് അങ്ങനെയുള്ള സംസാരം നടത്തിയത്. അതൊക്കെ ഇപ്പോൾ അതൊന്നും മോശമായ സംസ്കാരമാണ്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്ത്രീകളെ അധിക്ഷേപിക്കരുത്. നമുക്ക് പൊമ്പളെ ഒരുമേ സമരകാലത്ത് മണിയാശാൻ പറഞ്ഞു പോലും പറഞ്ഞിട്ടൊന്നുമില്ല ഗോവിന്ദ. അതുകൊണ്ട് അത്രയും പറഞ്ഞല്ലോ എന്നൊരു സമാധാനിക്കും. മണിയാശാൻ ഉറങ്ങിയ അവിടെ നിൽക്കില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം ശാലിനി. ജെക്സി തോമസ്, ഇവിടെ ആ സമരപ്പന്തലിൽ എത്ര ജമാഅത്ത് ഇസ്ലാമിക്കാർ, എത്ര SDPIക്കാർ, എത്ര RSSകാർ, എത്ര മഴവിൽ സഖ്യത്തിലെ അംഗങ്ങൾ, എത്ര വികസന വിരുദ്ധ വിദ്രോഹ സഖ്യത്തിലെ അംഗങ്ങൾ എന്നിങ്ങനെ ഇനം തിരിച്ച കണക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പക്കലുണ്ടോ? ശ്രീ ജെക്സി തോമസ്. തീർച്ചയായിട്ടും ആ ഇനം തിരിച്ച കണക്കുണ്ടോ എന്നുള്ള അങ്ങയുടെ സംശയ നിവാരണം ഞാൻ നടത്തുക തന്നെ ചെയ്യാം, തർക്കമേതുമില്ല. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധിയുടെ വാചകങ്ങൾ ഭാഗികമായും BJP പ്രതിനിധിയുടെയും ബഹുമാനിയായ സമരസമിതി നേതാവിൻ്റെയും വാദങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കാൻ സ്വാഭാവികമായി സമയം ഉണ്ടാവില്ല. പക്ഷേ പ്രസക്തമെന്ന് തോന്നാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ള അവസരം നൽകണം. ഒന്ന്, ബഹുമാനിയായ സമരസമിതി നേതാവ് മനസ്സിലാക്കേണ്ടത്, ഞാനോ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധിയായി വന്നിട്ടുള്ള ഒരാളും അങ്ങേ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ അപഹസിക്കാനോ ശ്രമിച്ചിട്ടില്ല. അങ്ങ് ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്ന് കാടടച്ച് വെടിവെക്കുമ്പോഴും പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കൈ ഉയർത്തി വളരെ ജനാധിപത്യ മര്യാദയോടുകൂടി ചോദിച്ചു, ആക്ഷേപാർഹമായ ഏതെങ്കിലും ഒരു വാക്ക്, ഒരു വാചകം, ഒരു പദം എൻ്റെ പ്രതികരണ വേളയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം, ഞാനത് തിരുത്താൻ തയ്യാറാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു കുഞ്ഞനുജൻ എന്നതുപോലെ, അങ്ങയുടെ പ്രായം സൂചിപ്പിച്ചു, എനിക്ക് 34 വയസ്സേ ആവുന്നുള്ളൂ. ഒരു കുഞ്ഞനുജൻ എന്നതുപോലെ അങ്ങയുടെ അക്കാര്യത്തിലുള്ള ഏത് പ്രതികരണവും സ്വീകരിക്കാൻ ഞാൻ സർവാത്മന തയ്യാറാണ്. പക്ഷേ ഈ സമരത്തോട് ഞാൻ പറഞ്ഞു, ഈ ചാനലിൻ്റെ തന്നെ വിവിധ സംവാദ ഘട്ടങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സംവാദത്തിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ള പ്രതിഷേധം എന്താണ്? ഈ സമരം അക്ഷരാർത്ഥത്തിൽ സമ്പൂർണ്ണമായും ഒരു RSS രക്ഷാ യോജനയായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ട് മാറിയിരിക്കുന്നു എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. തൃശ്ശൂർ MP മാത്രമല്ല, മുൻ കേന്ദ്ര മന്ത്രി മാത്രമല്ല, എത്ര BJP തിരുവനന്തപുരത്തെയും സംസ്ഥാനത്തെയും പ്രവർത്തിക്കുന്ന എത്ര BJP നേതാക്കന്മാർ നിങ്ങളുടെ സമരപ്പന്തലിൽ വരുന്നു? എന്തേ ഉള്ളു പൊള്ളുന്ന വേദനയോടുകൂടെ നമ്മൾ ചോദിക്കണ്ടേ? അങ്ങേക്ക് വ്യക്തിപരമായി മാത്രമല്ലല്ലോ. ഇന്ന് നിരാഹാരം ഇരിക്കുന്ന 3 ആളുകളുണ്ടല്ലോ. അതിലൊരാൾ ശ്രീമതി ബിന്ദു SUCയുടെ നേതാവാണ്, ആശാപ്രവർത്തകയല്ല. സ്വാഭാവികമാണ്, സമരസമിതിയുടെ നേതാവാണ്, തർക്കമേതുമില്ല. ബാക്കി 2 പേര് ആശാപ്രവർത്തകരാണല്ലോ. ഒന്ന് ബഹുമാനിയായ ഷീജ R എവിടെയാണ്? ഞാൻ മനസ്സിലാക്കുന്നു അവർ ജോലി ചെയ്യുന്നത് പുതുക്കുറിച്ചി ഫാമിലി ഹെൽത്ത് സെന്റർ FHSയിലാണ്. അവർക്ക് ജനുവരി മാസം കിട്ടിയ ആകെ തുക എത്രയാണ്? 12,260 രൂപ. ഇതെന്തുകൊണ്ട് നിങ്ങൾ മറച്ചു വെക്കുന്നു? മൂന്നാമത്തെ സമരസമിതിയുടെ നേതാവ് ആദരണീയായ തങ്കമണിയാണ്. അവർ ഞാൻ മനസ്സിലാക്കുന്നു തൃക്കണ്ണപുരം UPHSയിലെ ജീവനക്കാരിയാണ്, അല്ലെങ്കിൽ ആശാപ്രവർത്തകയാണ്. തൃക്കണ്ണപുരം UPHSയിലെ ആശാപ്രവർത്തകയായ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന ബഹുമാനിയായ ശ്രീമതി തങ്കമണിക്ക് ജനുവരി മാസം കേരളത്തിലെ ഗവൺമെന്റിന്റെ പക്കൽ നിന്നും സ്വീകരിച്ച ആശാപ്രവർത്തകരുടെ ആകത്തുക എത്രയാണ്? അത് 10,690 ഞാൻ അങ്ങയുടെ എല്ലാ ബഹുമാനവും നിർത്തി ആവർത്തിച്ച് ചോദിക്കുന്നു, ഇന്ത്യയിൽ ഏതു സംസ്ഥാനത്തിന്റെ മാതൃകയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മുടെ ചർച്ചയിൽ 2 ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. ഒരാൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും മറ്റൊരാൾ BJPയുടെ പ്രതിനിധിയുമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തോട് അതിർത്തി പങ്കിടുന്ന 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാന കർണാടകയുടെ മാതൃക
നമുക്ക് സ്വീകരിക്കണം. 5000 രൂപ മാത്രം ഹോണററി നൽകുന്ന കർണാടക മാതൃക നമുക്ക് സ്വീകരിക്കണോ? ബഹുമാനിയായ സമരസമിതിയുടെ നേതാവ് പറ. അതോ സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഞങ്ങളുടെ ഈ പണമില്ല, 1-ാം തീയതി ശമ്പളം ചോദിക്കുന്നത് ഗവൺമെന്റിനോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ ആ തെലങ്കാന മുഖ്യമന്ത്രി, കോൺഗ്രസ് പ്രതിനിധിയുടെ നേതാവ്, ആ തെലങ്കാന മാതൃക നമുക്ക് സ്വീകരിക്കണോ? അതോ ഇന്നലെ രാജ്യസഭയിൽ ബീഹാറിന്റെ MP RJD എന്ന വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, ഡൽഹി സർവകലാശാലയിൽ ഹിസ്റ്ററി വിഭാഗത്തിന്റെ തലവൻ കൂടിയായിരുന്ന ഡോക്ടർ മനോജ് ദാ പറയുന്നു, എന്റെ സംസ്ഥാനമായ ബീഹാറിൽ ആശാ പ്രവർത്തകർക്ക് വെറും 2000 മാത്രമാണ് കൊടുക്കുന്നത്, അക്കാര്യത്തിൽ രാജ്യത്തിന് മാതൃക കേരളമാണ് എന്ന് പ്രഖ്യാപിച്ച മനോജ് ദായുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കണോ? അതോ തൊട്ടുമുമ്പ് സംസാരിച്ച BJPയുടെ പ്രതിനിധിയുടെ നേതാവ് രേഖാ ശർമ്മ, ആങ്കർ മറന്നിരിക്കാൻ സാധ്യതയില്ലല്ലോ, വനിതാ കമ്മീഷന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്നയാളാണ്. എന്തായിരുന്നു രേഖാ ശർമ്മയുടെ പാർലമെന്റിലെ പ്രതികരണം? ആശാ പ്രവർത്തകരെ തൊഴിലാളികളായി അംഗീകരിച്ച് അവർക്ക് മന്ത്ലി ഫിക്സ്ഡ് സാലറി കൊടുക്കണം, ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം. പറഞ്ഞതാരാ? CATU നേതാവല്ല, അല്ലെങ്കിൽ CPM നേതാവല്ല, RSSന്റെ പ്രചാരകയും ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന ആളുമായിരുന്ന ഹരിയാനയിൽ നിന്നുള്ള MP ആയിരുന്ന രേഖാ ശർമ്മയാണ്. നമ്മുടെ ആവശ്യം എത്രയാണ്? നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് അംഗനവാടി ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര സർക്കാർ സ്കീമുകളിലെ തൊഴിലാളികളെ അല്ലെങ്കിൽ പ്രവർത്തകരെ തൊഴിലാളികളായി അംഗീകരിക്കണം. തൊഴിലാളികളായി അംഗീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾക്ക് ശമ്പള വർധനവ് എന്ന അഭിമാനാർഹമായ ഘട്ടത്തിലേക്ക് വളരാൻ വേണ്ടി കഴിയുക. എന്താ ആ മുദ്രാവാക്യം നിങ്ങളുടെ സമരപന്തലിൽ വന്ന RSS നേതാക്കന്മാരോട് ഉന്നയിക്കാൻ നിങ്ങൾ മറന്നു? അവിടെയാണ് ഞങ്ങൾക്ക് പ്രതിഷേധമുള്ളത്, അവിടെയാണ് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. ഈ കോൺഗ്രസ് മാതൃക നമുക്ക് സ്വീകരിക്കണോ? 5 വർഷം കൊണ്ട് 500 വർദ്ധിപ്പിച്ച കോൺഗ്രസ് വേണോ? അതോ 2024 ഫെബ്രുവരി മാസം ഏറ്റവും ഒടുവിൽ 6000 രൂപ 7000 ആക്കി വർദ്ധിപ്പിച്ച ഈ കാലഘട്ടത്തിനിടയിൽ കോൺഗ്രസിന്റെ 500 പകരം 6000 രൂപ വർദ്ധിപ്പിച്ച ഒരാളെയും വെയിൽ കൊള്ളിക്കാതെ, ഒരു നിരാഹാര സമരവും നടത്തിക്കാതെ, ഒരു ടാർപോളിനും വലിച്ചു മാറ്റാതെ കോൺഗ്രസിന്റെ കാലയളവിലെ 500 6000 ആക്കി വർദ്ധിപ്പിച്ച് കേരളത്തിലെ 26000 ആശാ പ്രവർത്തകരെ RSS കേരളത്തെ മുടിപ്പിക്കാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ പിന്നെ പറയാൻ താങ്കൾ തള്ളിക്കളയാണ്. എന്റെ ആദ്യ ഊഴത്തിലെ ആദ്യ ചോദ്യം ഇവർക്ക് എളമരംകരിയും നിയമസഭയിൽ ആവശ്യപ്പെട്ടത് 7000 എന്നത് 10000 ആക്കണമെന്നാണ്. ഏതാണ്? വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്നത്തെ 10000ന്റെ മൂല്യം ഇപ്പോഴത്തെ 10000ന്റെ മൂല്യം രണ്ടും രണ്ടാണ്. ജെക്ക്, എൻ്റെ ചോദ്യം, താങ്കൾ ഈ പറഞ്ഞ കേന്ദ്രവിരുദ്ധ കാര്യങ്ങളൊക്കെ ഞാൻ 100% ഞാൻ ശിരസാ വഹിക്കുന്നു, ഞാൻ അതിനോട് 100% യോജിക്കുന്നു. എൻ്റെ ചോദ്യം, 40-ാം ദിവസം അവിടെ നിരാഹാരം കിടക്കുന്ന കുറച്ച് ദരിദ്രരായ സ്ത്രീകളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ മറ്റ് രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് മനുഷ്യത്വം മാത്രം മുന്നോട്ടേക്ക് വെച്ച് 7000 എന്നത് 10000 ആക്കി തരാം, ബാക്കി കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കേന്ദ്രത്തിലേക്ക് പോയി ഇൻസെൻറ്റീവിനായി സമരം നടത്താം എന്നൊരു വാക്ക് പറയാത്ത എന്താണ് ജെക്ക്? അങ്ങനെ കൊടുക്കാനും മാത്രം നമ്മുടെ ഖജനാവ് മുടിഞ്ഞു മുണ്ടക്കോലെടുത്തിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് PSക്കാർക്ക് സമരം പണം കൂട്ടിക്കൊടുക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് KV തോമസ് പണം കൊടുക്കാൻ കഴിയുക? ജയിക്കെ തീർച്ചയായിട്ടും അങ്ങയുടെ ആ ചോദ്യത്തിലേക്ക് വരാം. തെലങ്കാന പോലെ സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ഒരു ചുക്കും തരില്ല എന്ന് പറയാൻ മാത്രം കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പം മുടിഞ്ഞിട്ടില്ല. BJPക്കാർ മുടിപ്പിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ ധീരോദോത്തമായ ആ മുടിപ്പിക്കൽ പ്രക്രിയയെ ഒത്തൊരുമിച്ച് നേരിട്ടു. ഇനി ഒരൊറ്റ വാചകം പറഞ്ഞിട്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ബഹുമാനിയായ സമരസമിതിയുടെ നേതാവ് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം കുറെ അധികം ദിവസങ്ങളായി ഇവർ പറയുന്നുണ്ട്. പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്താണ്? അങ്ങ് മനസ്സിലാക്കേണ്ടത് പ്രകടന പത്രികയിൽ നിങ്ങൾ വീണ ജോർജ് പറഞ്ഞു എന്തോ അനുബന്ധം വായിക്കാൻ പറഞ്ഞു. ഇന്ന് മാതൃഭൂമിയിലെ അരുൺ ശങ്കർ 4 ചോദ്യം ചോദിച്ചപ്പോൾ മന്ത്രി ദേഷ്യപ്പെടുന്നുണ്ട്. വിട്ടേക്ക്, അത് വിട്ടേക്ക്. എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം 7000 എന്നുള്ളത് എളമരംകരിയും പണ്ട് നിയമസഭയിൽ സംസ്ഥാന സർക്കാരിനോട് 10000 രൂപ ആക്കണമെന്ന് പണ്ട് ആവശ്യപ്പെട്ടതുപോലെ 7000-ൽ നിന്ന് 10000 ആക്കി ഈ സമരം അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് മുടിഞ്ഞു മുണ്ടക്കോലെടുത്തിരിക്കുകയാണോ? ജെക്ക് ആണെങ്കിൽ അത് പറ. തീർച്ചയായിട്ടും അങ്ങ് അത് വിട്ടേക്കാൻ പറയുമ്പോൾ വിട്ടേക്കാനും അങ്ങ് എടുക്കാൻ പറയുമ്പോൾ എടുക്കാനും 24 ന്യൂസിലെ വാർത്താവതാരകന്റെ പണിയല്ല എനിക്കുള്ളത്. ഞാൻ CPIMന്റെ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഡിക്റ്റേഷൻ എന്നോട് വേണ്ട. അത് അങ്ങ് ദയവായി അങ്ങ് പറയുന്നത് കേൾക്കാൻ 24 ന്യൂസിൽ ആരെങ്കിലും ഒക്കെ വെമ്പി നിൽക്കുന്നതൊക്കെ അവരോട് മതി. അത് എൻ്റെ എടുക്കൽ വേണ്ട. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയെ സംബന്ധിച്ച് സമരസമിതി നേതാക്കന്മാർ കുറേയധികം ദിവസങ്ങളായി തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നുണ്ട്. 2 വാചകം പറഞ്ഞ് ഞാനതിന് മറുപടി അവസാനിപ്പിച്ചോളാം. അങ്ങയുടെ ചോദ്യത്തിന് മറുപടിയും അതിലുണ്ട്. ബഹുമാനിയായ സമരസമിതി നേതാവെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റാളുകളെ
സംഘങ്ങളെ പോലെയല്ല. എന്ത് വികസനം വരുമ്പോഴും ഞങ്ങളിട്ട കല്ല് എന്ന് പറഞ്ഞ് വരുന്ന സംഘമല്ല. അങ്ങ് മനസ്സിലാക്കേണ്ടത് മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. 890 മിനിമം കൂലി തൊഴിലാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള LDF പ്രകടനപത്രികയിലെ വാഗ്ദാനമാണ്. പിന്നെ 891 എന്നാണ്. അതെന്തേ സമരസമിതി നേതാവ് വായിക്കാതെ പോകുന്നത്? തൊട്ടു താഴെയുണ്ടല്ലോ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ കുറച്ച് ദരിദ്രവാസികളായ, ആ വാക്ക് ഉപയോഗിക്കാം, സമൂഹത്തിന്റെ താഴേത്തട്ടിൽ ജീവിക്കുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പരമസാധുക്കളായ പട്ടിണിക്കാരായ കുറച്ച് സ്ത്രീകളുടെ സമരം. ശമ്പളം ദിവസം 232 രൂപയിൽ നിന്ന് 235 രൂപ പോലും ആവരുത് എന്ന ഉത്തമ ബോധ്യത്തിൽ വീറോടെ വാദിക്കുക. നെഞ്ചിൽ കൈവച്ച് ആലോചിക്കുക ജയിക്കെ, ഇടതുപക്ഷ നിലപാടാണോ എന്ന് നെഞ്ചിൽ കൈവച്ച് ആലോചിക്കുക. താങ്കൾ ഉള്ളിൽ കുറ്റബോധമില്ലാതെയാണോ ഈ പറയുന്നതെന്ന്? അല്ല, ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാലോ. പക്ഷെ അങ്ങ് എന്തിനാണ് ഇടപെടുന്നത്? സമരസമിതി നേതാവ് പറഞ്ഞ തെറ്റിദ്ധാരണാജനകമായ ഒരു നുണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയെ കോട്ട് ചെയ്ത് ഞാൻ പറയുമ്പോൾ അങ്ങ് അതിനെ തടസ്സപ്പെടുന്നത് എന്തിനാണ്? എളമരംകരിയും 10,000 രൂപ ആവശ്യപ്പെട്ടത് എന്തിനാ? എളമരംകരിയും സംസ്ഥാന നിയമസഭയിൽ 10,000 ആവശ്യപ്പെട്ടത് എന്തിനാ ജയിക്കെ? എളമരംകരിയും നിയമസഭയിൽ സംസ്ഥാനത്തോട് 10,000 രൂപ ആവശ്യപ്പെട്ടത് എന്തിനാ? അത് വ്യാജമാണോ? അപ്പോ അങ്ങയുടെ ചോദ്യം ആവർത്തിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി എനിക്ക് തടസ്സം കൂടാതെ മറുപടിയിലേക്ക് പോകാമല്ലോ. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. സമരസമിതി നേതാവ് 700 രൂപ എന്ന നിലയിൽ ദിവസവേതനം വർദ്ധിപ്പിക്കുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനം ആശാ വർക്കർ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്കീം വർക്കേഴ്സിനെ സംബന്ധിച്ചുള്ളതല്ല. ആശാ, അംഗനവാടി ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിനെ സംബന്ധിച്ച് ഓണറേറിയം കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്ന നിലപാടാണ് 891 LDFന്റെ പ്രകടന പത്രികയിലുള്ളത്. അതുകൊണ്ട് അങ്ങ് നുണ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തെറ്റിദ്ധാരണാജനകമായി അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചതോ അങ്ങ് തെറ്റിദ്ധരിച്ചതോ ആകാം. അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഈ പാവം സ്ത്രീകൾക്ക് ദിവസം 232 രൂപ എന്നുള്ളത് 300 രൂപ ആക്കരുത് എന്നതിനു വേണ്ടിയായി വീറോടെ വാദിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകനാണ്, പഴയ SFI പ്രവർത്തകനാണ്, DYFI പ്രവർത്തകനാണ്, അടിസ്ഥാന വർഗ സമരക്കാരിൽ നിന്ന് വീറോടെ വാദിക്കുന്നതാണ്. JK ഇടവേളയിലേക്ക് പോകുന്നു. നെഞ്ചത്ത് കൈവച്ച് ആലോചിക്ക്, അപ്പറഞ്ഞത് കുറ്റബോധമില്ലാതെയാണോ ഈ ചിരിയെന്ന്? ശ്രീ എം ലിജുദ, ഈ പറയുന്ന എന്താണ് JK നേരത്തെ പറഞ്ഞ പ്രകടന പത്രികയിൽ പറയുന്ന സാമൂഹിക പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2,500 രൂപ ഉയർത്തും. അങ്കണവാടി ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും. വേറെന്തോ അനുബന്ധത്തിന്റെ കാര്യം ഇപ്പോൾ ജയിക്കും പറയുന്നു. ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജും പറയുന്നു. ക്യാപ്സൂളുകൾ കറങ്ങുന്നുണ്ട്. ആശാ വർക്കേഴ്സിന് ഓണറേറിയം ഡിസംബർ 2014 എളമരംകരിയും സാർ NHRMന് കീഴിൽ NRHMന് കീഴിൽ 29,000-ഓളം വരുന്ന ആശാ വർക്കേഴ്സിന് പ്രതിമാസ ഓണറേറിയം 10,000 രൂപയ്ക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായ തീരുമാനമുണ്ടാകണം. വളരെ പാവപ്പെട്ട ഇവർ വളരെ സാഹസികമായി ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ പുറത്തു പറയാൻ പോലും നാണക്കേടുണ്ടാകും. തുച്ഛമായ തുക 10,000 രൂപയ്ക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് 2014. ഇന്നിപ്പോൾ 232 നിന്നും ഒരു 300 രൂപയ്ക്ക് കൊടുക്കാതിരിക്കാൻ എന്തൊരു വീറോടെ വാദമാണ് CM ലിജു. ആ വാദങ്ങൾ കേരളത്തിന് നാണക്കേടാണ്. ഹാഷ്മി, ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിൽ എനിക്ക് തോന്നുന്നു ടെലിഫോൺ കട്ടായി പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഏതുവരെ നേരത്തെ പറഞ്ഞത് കേട്ടു എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ ചർച്ചയിൽ ചില പ്രസക്തമായ കാര്യങ്ങൾ മാത്രം ഉന്നയിക്കാനും മറുപടി പറയാനുമാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ജയിക്കാനുള്ള ചില മറുപടികൾ ആദ്യം പറയാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. ഒന്ന്, നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഇതിപ്പോൾ ബഹുമാന്യായ ആരോഗ്യമന്ത്രി തന്നെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ച പ്രകടന പത്രികയിൽ അതിൽ 890 മിനിമം കൂലി 700 രൂപയാക്കുന്ന നടപടി സ്വീകരിക്കും. അത് തൊഴിലാളികൾക്ക് വേണ്ടി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും സ്കൂളുകളിലെയും പഞ്ചായത്തിലെയും കൗൺസിലേഴ്സ് എന്നിവരുടെ ഹോണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തുകയുണ്ടായി. ഈ സമീപനം ശക്തിപ്പെടുത്തും. ഏത് സമീപനമാണ് JK ശക്തിപ്പെടുത്തിയത്? നിങ്ങളുടെ CITU നേതാവായ തൊഴിലാളി സംഘടനയുടെ നേതാവായ ശ്രീ എളമരംകരിയും 2014 ഉൾപ്പെടെ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾക്കനുസൃതമായി നിങ്ങൾ പ്രതികരിച്ചോ? നിങ്ങൾ ഗണ്യമായിട്ട് നിങ്ങൾ ഉയർത്തിയോ? നേരത്തെ ഇവിടെ ഉയർത്തിയൊരു ചോദ്യം, 7,000 രൂപയിൽ നിന്നും 10,000 രൂപ വരെ ഓണറേറിയം ഉയർത്തണമെങ്കിൽ പ്രതിവർഷ ചെലവ് 94 കോടി രൂപ.
നിങ്ങൾ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുക 100 കോടി രൂപ. ഈ തുക ഒഴിവാക്കി നിങ്ങളുടെ CITU നേതാവ്, തൊഴിലാളി നേതാവ് ഉന്നയിച്ച തരത്തിൽ ഓണറേറിയം ഉയർത്താൻ തയ്യാറാണോ? അതല്ല, നിങ്ങൾക്ക് പുതിയ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് മാത്രമേ തൊഴിലാളി നേതാക്കന്മാർക്ക് പോകുവാൻ സാധിക്കുന്നു എന്ന് നിബന്ധനയുണ്ടോ അല്ലെങ്കിൽ നിർബന്ധമുണ്ടോ? അത് വളരെ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ട ഒന്നല്ലേ. രണ്ടാമത്തെ പ്രശ്നം, രാജ്യത്താകമാനമുള്ള ആശാ വർക്കർമാരുടെ വേതനവുമായി നിങ്ങൾ താരതമ്യപ്പെടുത്തി. രാജ്യത്താകമാനമുള്ള ആശാ വർക്കർമാർ ചെയ്യുന്ന തൊഴിലാണോ കേരള സംസ്ഥാനത്തെ ആശാ വർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഈ എത്രയോ കാര്യങ്ങൾ, ഇപ്പോൾ സ്ത്രീ ശിശു മാതൃശിശു സേവന പരിചരണം ഉൾപ്പെടെ കേരളത്തിൽ മിഡ്വൈഫറി ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരാണ്. അപ്പോൾ ആശാ വർക്കർമാർ എന്നൊരു സങ്കല്പം കോൺസെപ്റ്റ് ആവിഷ്കരിക്കുന്ന സമയത്ത് 3 മണിക്കൂർ വീതം 4 ദിവസം ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യ സങ്കല്പം. എന്ന് പറഞ്ഞാൽ വോളണ്ടറി വർക്കായിരുന്നു, സേവനമായിരുന്നു. സേവനം എന്ന തലത്തിലാണോ കേരളത്തിലെ ആശാ വർക്കർമാർ ജോലി ചെയ്യുന്നത്? നിങ്ങൾ ഡേറ്റ കളക്ഷൻ ഉൾപ്പെടെ ആശാ വർക്കർമാർ ഉപയോഗിക്കുന്നില്ലേ? അവരെ രാത്രി മുഴുവൻ ജോലി ചെയ്താൽ പോലും ഈ ഒരു തരത്തിൽ അവരുടെ ജോലി തീരുന്നുണ്ടോ? അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് പോലും ചിന്തിക്കാൻ കഴിയാത്ത വണ്ണം കൂടുതൽ തൊഴിൽ ഭാരമുള്ള ഒരു വിഭാഗം ആളുകൾ, അതോടൊപ്പം തന്നെ വളരെ ഉയർന്ന തരത്തിൽ ജീവിത ചെലവ്. ഇവിടെ വലിയ കാര്യത്തിൽ പുതുക്കുറിച്ചിയിൽ ജോലി ചെയ്യുന്ന ഷീജയും തങ്കമണിയും ഒക്കെ വാങ്ങുന്ന വേതനത്തെക്കുറിച്ച് ഒരു തൊഴിലാളി നേതാവിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് പറയുന്നു, 12,660 രൂപ വാങ്ങുന്നില്ലേ? 10,690 രൂപ വാങ്ങുന്നില്ലേ? നിങ്ങളുടെ MLA വാങ്ങിച്ച കണ്ണയുടെ തുകയുണ്ടോ ഇത്? PSC മെമ്പർമാർക്ക് 4 ലക്ഷം രൂപയായി ശമ്പളം ഉയർത്തിയൊരു സംസ്ഥാനമാണിത്. PSC ചെയർമാന് 3 ലക്ഷം രൂപയാണ് PSC അംഗങ്ങളുടെ വില, PSC അംഗങ്ങളുടെ മാസ ശമ്പളം. നിങ്ങൾ ഡൽഹി വെച്ചിരിക്കുന്ന ശ്രീ KV തോമസ്, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ആരോഗ്യമന്ത്രി ഇപ്പോൾ ഡൽഹിയിലുണ്ടല്ലോ, ഒരു അപ്പോയിൻമെൻറ്റ് പോലും എടുക്കാതെ നിങ്ങളുടെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി പോയി. നിങ്ങളവിടെ ഒരു കേന്ദ്ര സംസ്ഥാന പ്രതിനിധിയോടെ വെച്ചിട്ടുണ്ടല്ലോ. KV തോമസിന് എന്താണ് പണി? ഇവിടെ ആരോഗ്യമന്ത്രി പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഒരു മെയിൽ അയക്കുന്നത്. അവിടെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന ശ്രീ KV തോമസിന് ആഴ്ചകൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചൊരു കാര്യം ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അതൊരു അപ്പോയിൻമെൻറ്റ് ഉറക്കാൻ സാധിക്കുന്നില്ലേ? അപ്പോൾ KV തോമസിന് ലക്ഷങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് MLA-മാർക്കും മന്ത്രിമാർക്കും പുതിയ വാഹനം വാങ്ങുവാൻ 100 കോടി രൂപ വകയിരുത്തി നിങ്ങൾക്ക് പ്രശ്നമില്ല. ക്ലിഫ് ഹൗസിൽ ഉൾപ്പെടെ തൊഴുത്തും അല്ലെങ്കിൽ മതിലും പണിയുന്നത്, ഞാനതൊക്കെ അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ ഒരു പാവപ്പെട്ട പുതുക്കുറിച്ചിയിലെ ഷീജയ്ക്കും തൃക്കണ്ണപുരത്തെ തങ്കമണിക്കും 12,000-ഉം 10,000-ഉം കൊടുക്കുന്നതിനെ ഒരു വലിയ കാര്യമായി കൊട്ടിഘോഷിച്ച് ആ പാവപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്നുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പുതിയ കാറുകൾ വാങ്ങുവാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന 100 കോടി രൂപ മാറ്റിവെച്ച് ആശാ വർക്കർമാർക്ക് 3,000 രൂപ ഓണറേറിയം ക്ഷമിക്കണം. ജയിക്ക് നേരിട്ട് മറുപടി വിഷയം ജയിക്ക് ചുരുങ്ങിയ വാക്കുകൾ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ സമയം കഴിഞ്ഞു. ജയിക്ക്. എന്തായാലും UDF നേതാവ് പറഞ്ഞത് നന്നായി. ആഡംബരക്കാരനെ കുറിച്ചൊക്കെ അല്ലേ? അതായത് 2.5 കോടി രൂപയുടെ ലാൻഡ് ക്രൂയിസർ വാങ്ങിയിട്ട് സർക്കാർ ജീവനക്കാർക്കും ആശാപ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർക്കും പൈസ കൊടുക്കാൻ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ തെലങ്കാന മാതൃക കേരളത്തിൽ സ്വീകരിക്കില്ല. UDF-ന്റെ 500 ഒരു സമരവും കൂടാതെ എല്ലാ വർഷവും ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 7,000 ആക്കി ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇനിയും ഞങ്ങൾ വർദ്ധിപ്പിക്കും. അത് നിങ്ങളുടെ ശൈലി കൊണ്ടല്ല, ഞങ്ങളുടെ തൊഴിലാളി വർഗ ബോധ്യം കൊണ്ടാണ്. സമിതി നേതാവ് മനസ്സിലാക്കണം, വർദ്ധിപ്പിച്ച് കേരളത്തിൽ 7,000 ആക്കിയപ്പോ കഴിഞ്ഞ 17 വർഷമായി കേന്ദ്ര സർക്കാർ ഒരണാ പൈസ വർദ്ധിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇന്ത്യയാകെയുള്ള ആശാ പ്രവർത്തകർക്ക് ഒരണാ പൈസ പൂർണ്ണമായി കഴിഞ്ഞു. പക്ഷേ ഇതെന്തൊക്കെ പറഞ്ഞാൽ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ്? ഈ പറയുന്ന കൊടിയ വിലക്കയറ്റത്തിന്റെ കാലത്ത് 232 രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഏറ്റവും മിനിമം ഒരു 300 രൂപ, ഒരു 400 രൂപ, ഒരു 500 രൂപ എന്നുള്ളത് യാചനയാണ്. അത് ഇടത് സർക്കാർ കേട്ടില്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. അത് അല്പസമയം വീണ ജോർജിൻ്റെ പോസ്റ്റുണ്ട്. നിലമ്പൂർ കുറുമ്പലങ്ങാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ പ്രിയപ്പെട്ട ആശാപ്രവർത്തകരോടൊപ്പം പിൻനിരയിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും കാണാം. എന്തൊരു പ്രഹസനമാണ് ആരോഗ്യമന്ത്രി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.